ടി വി ആണ്, എന്തോ ഹോട്ട്സ്റ്റാർ ഉണ്ട്, പ്രൈം ഉണ്ട്, നെറ്റ്ഫ്ലിക്സ് ഉണ്ട്, എല്ലാം. ഞാൻ ഈ കോളേജിൽ കയറിയപ്പോൾ ടി വി കണ്ടിട്ടില്ല. ഇപ്പൊ ഒരു ഫീൽ ഗുഡ് മൂവിയിൽ ചെറിയ എവിടെ റാപ്പ് എങ്കിലും കേൾക്കാൻ നോക്കാറുണ്ട്. 3 കൊല്ലം ആയതുകൊണ്ട് റാപ്പൊക്കെ ഒരു ഇതായി വന്ന് തുടങ്ങിയിട്ട്. വേറൊരു കാര്യം വെച്ചാൽ പണ്ട് മറ്റേ STD യൂത്തില്ലേ, അവിടെ പോയി കഴിഞ്ഞിട്ട് ഒരു കാർഡ് കിട്ടും. ഈ കാർഡ് സ്ക്രാച്ച് ചെയ്തിട്ട് എന്നിട്ട് അതിലെ എന്തോ നമ്പർ അടിച്ചു കൊടുത്ത് അതിന്റെ കൂടെ വേറൊരു നമ്പർ കൂടെ അടിച്ച് നമുക്ക് പുറത്ത് വിളിക്കാൻ പറ്റും. ഈ STD ബൂത്ത് എന്ന് പറയാൻ മറ്റേ ഇതുണ്ടായിരുന്നു, ഈ എന്നൊക്കെ ISD വിളിക്കാന്നൊക്കെ പറയുമ്പോൾ വലിയ എന്തോ ഭയങ്കര പോസിറ്റീവ് പരിപാടിയായിരുന്നു. പിന്നെ ഈ പറയുന്നത് ഈ ഫേസ്ബുക്കിൽ പണ്ടൊക്കെ ഈ അജ്മൽ ഖാന് അവരൊക്കെ എന്ന് പറയുന്നത് ഭയങ്കര പുള്ളി ഒരു ഭയങ്കര ഒരു ഫേസിനെ കാണിച്ചൊരു ആളാണ്. അതെ, ജുമാന ഖാന് അവരൊക്കെ ഭയങ്കര ബാലരമയുടെ വില ഞാൻ 10 രൂപയാണ് ഞാൻ മേടിക്കുന്നത്. 20. ഹലോ ഗായ്സ്, അപ്പം ഞങ്ങളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഞങ്ങൾ പുതിയൊരു ടോപ്പിക്കുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലോട്ട് വന്നിരിക്കുന്നത്. ഓക്കെ ശ്രേയസ്, എന്തായിരുന്നു നമ്മുടെ ടോപ്പിക്? നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഒരു ജനറേഷൻ ഗ്യാപ്പിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറഞ്ഞാല് ഇപ്പൊ തരംഗമായിക്കൊണ്ടിരിക്കുന്ന ജെൻസി കിഡ്സും അതുപോലെ തന്നെ അതിന് മുൻപുള്ള ഒരു കാലഘട്ടം മില്ലേനിയൽസ് എന്നാണ് പറയുന്നത്. അതിന് മുമ്പുള്ള ഒരു കാലഘട്ടം അതെന്ന് പറയുന്നത് 1981 മുതൽ 1996 വരെയുള്ള കാലഘട്ടത്തിലെ ആൾക്കാരെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 2 തരത്തിലുള്ള, അതിനുശേഷമുള്ളതും അതിന് മുമ്പുള്ളതുമായിട്ടുള്ള ഉണ്ട്. മെയിൻ ആയിട്ട് ഇപ്പം നമുക്കറിയാവുന്നത് അതെ ഒരു കമ്പാരിസൺ ആണല്ലോ. അപ്പൊ അതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. പക്ഷെ അതിനെ പറ്റിയൊക്കെ സംസാരിക്കണമെങ്കിൽ നമുക്ക് ആദ്യം തന്നെ ഇപ്പോഴത്തെ പിള്ളേരുടെ കുറെ വാക്കുകളില്ലേ, സ്കിബിഡി, അതിനെ പറ്റിയൊക്കെ അറിഞ്ഞിരിക്കണം. അത് മാത്രമേ എനിക്കറിയത്തുള്ളൂ. നിനക്കറിയാവോ? ഇപ്പൊ കൊറേ വാക്കുകൾ വരുന്നുണ്ട്. അത് ഇപ്പം ഫേസ്ബുക്കിൽ നോക്കിക്കഴിഞ്ഞാൽ ഓരോ അമ്മാവന്മാര് വന്നിട്ട് മറ്റേ ശുഭദിനം നേരുന്നു, പിന്നെ വേറെ ഓരോന്നൊക്കെ അല്ലേ. ഇൻസ്റ്റാഗ്രാം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഹേ പൂക്കി, സ്കിബിഡി, ഇതൊക്കെയാ സത്യത്തിൽ നമ്മളെ ഒരു 2003 അല്ലെങ്കിൽ 2002 2001 തൊട്ട് 2003 അല്ലെ 2000 തൊട്ട് 2003 ഏർലി 2K കിഡ്സ് അവർക്കാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ളത്. അവർക്കെന്ന് പറയുമ്പോഴത്തേക്ക് പഴയ ആ ഒരു ജനറേഷനോട് ഒരു കണക്ഷൻ ഉണ്ട്. ഇപ്പോഴത്തെ ഈ ഒരു ടൈപ്പ് ആൾക്കാരെ സ്ഥിരം കാണുന്നതുകൊണ്ട് അവരാണ് ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ. പഴയ ആൾക്കാരുമായിട്ട് അങ്ങോട്ട് സെറ്റ് ആവത്തില്ല, ഇപ്പോഴത്തെ പിള്ളേരുമായിട്ട് സെറ്റ് ആവത്തില്ല. പഴയ ആൾക്കാർ ചെല്ലുമ്പോൾ അവർ വിചാരിക്കും നമ്മള് പുതിയ ടൈപ്പാണ്, പുതിയ ചെല്ലുമ്പോൾ നമ്മളെ കളവ്. എടാ ഇപ്പൊ പാട്ടിന്റെ കാര്യം എടുത്താൽ തന്നെ നോക്കി കഴിഞ്ഞാല് പാട്ടൊരു വലിയൊരു അതാ. ഇപ്പൊ നമ്മള് കൊറേ പഴയ ആൾക്കാരുമായിട്ട് എവിടെങ്കിലും കാറിൽ പോവാ, ഇപ്പൊ എക്സാമ്പിൾ വീട്ടിൽ നിന്നൊക്കെ പോവാ, അപ്പൊ നമുക്ക് ഇപ്പോഴത്തെ ഒരു ഡാപ്സിടാൻ പറ്റിയ അങ്ങനത്തെ ഇങ്ങനത്തെ പാടിടാൻ പറ്റത്തില്ല. പക്ഷെ ഇപ്പൊ നമ്മള് ഒരു കുറച്ച് പിള്ളേരൊക്കെ ആയിട്ട് പോവാ, ആ സമയത്ത് നമുക്ക് പഴയ പാട്ട് അല്ല ഓരോ ടൈമിലും പെട്ടെന്ന് അറിയാം നമ്മുടെ മൂഡ് മാറുന്നത്. നമ്മളിപ്പോ ഈ പറഞ്ഞ ഒരു റാപ്പ് ആയി, അടുത്ത സെക്കൻഡ് തൊട്ടടുത്ത് വരുന്ന അവർ നമ്മൾ വേറെ ടൈപ്പ് ആയിരിക്കും, ഒരു ബന്ധുള്ള ടൈപ്പ് ആയിരിക്കും. പാട്ടിന്റെ കേസ് മാത്രമല്ല, സിനിമയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാലും അങ്ങനെ തന്നെ. ഇപ്പോഴത്തെ സിനിമയിലാണെങ്കിലും പണ്ടൊക്കെയെന്ന് വെച്ചാല് ഒരു സിനിമ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അതില് ഫുള്ള് നന്മ അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് വാരി കാണിക്കാനായിരുന്നു നോക്കുന്നത്. പക്ഷെ മൊത്തത്തിൽ മാറി ആ ഒരു കൈൻഡ് ഓഫ് വയലൻസ്. അതാ ഭയങ്കരമായിട്ട് പഴയ സിനിമകളിലെ ഒരു ലാസ്റ്റ് ഒരു മെസ്സേജ് കാണും, ഇതായിരിക്കും ഞങ്ങള് പറയാൻ ഉദ്ദേശിച്ചത്. ഹാപ്പി എൻഡിങ് ആയിരിക്കും കൂടുതൽ. മൊത്തം അടുത്ത സെക്കൻഡ് പാർട്ടിലോട്ടുള്ള എൻഡിങ് ഇല്ല, അവസാനം കാണിക്കും. അല്ലെങ്കിൽ ആരെങ്കിലും ഇന്റർവ്യൂവിന് ഒന്ന് പറയും ഇതിന്റെ സെക്കൻഡ് പാർട്ട് ഉണ്ട്. കാരണം എനിക്ക് തോന്നുന്നേ ഈ ഒരു എൻഡിങ് അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്തത് കൊണ്ട് ഭയങ്കര പാടാണ് സിനിമയിലാണ്. പണ്ടൊരു ബാഹുബലി വന്ന് ആ ഒരു ട്രെൻഡ് നടത്തി ഇപ്പോഴും കണ്ടിന്യൂ. കാരണം അത് മാത്രമല്ല, ഒരു ബിസിനസ് ആയിട്ട് ഇപ്പം ഇപ്പൊ ഒരു പടം ഹിറ്റ് ആയി കഴിഞ്ഞാൽ അടുത്തിട്ട് ഒരു ഇട്ടേക്കാം ഒരു ഇൻവെസ്റ്റ്മെന്റ് രീതിയിലാണ് എപ്പോഴും ആ സെക്കൻഡ് പാർട്ട് പോയിന്റ്. പക്ഷെ കുറെ പടം അങ്ങനെ സെക്കൻഡ് പാർട്ട് ഇറക്കി ഫസ്റ്റ് വിജയിക്കാതെ സെക്കൻഡ് ഇറക്കി ആട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ 7ലോ 8ലോ ആ സമയത്ത് എന്തോ ഇറങ്ങിയത്. അപ്പം ആ ഫസ്റ്റ് പാർട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും അങ്ങനെ അധികം ആരും പോയി കണ്ടില്ല.
CD ആ സമയത്ത് എല്ലാരും CD-യിലായിരുന്നു കാണുന്നത്. CD പിന്നെ പെൻഡ്രൈവിലൊക്കെ ആക്കിയായിരുന്നു കാണുന്നത്. അപ്പൊ CD ഇങ്ങനെ എൻ്റെ ഒരു കസിൻ തന്നു, ഞാൻ അത് കണ്ട്. പിന്നെ ഞങ്ങൾ ക്ലാസ്സിൽ എല്ലാവർക്കും കൊടുത്ത്, എല്ലാരും കണ്ട് ഭയങ്കര സംസാരമായി. അങ്ങനെ എല്ലാവർക്കും അതിലെ ഓരോരോ ക്യാരക്ടേഴ്സിനെ ഇഷ്ടപ്പെട്ടു. ആ സിനിമയെന്ന് വെച്ചാൽ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ഒരു ഐഡന്റിറ്റി ഇല്ലേ, അത് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ എല്ലാരും ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി എപ്പോഴും ആ സിനിമയിൽ ഓരോ സീൻസിനെ പറ്റിയൊക്കെ. അങ്ങനെ ഇരുന്നപ്പോഴാ ഒരു 2 വർഷമോ 3 വർഷം എന്തോ കഴിഞ്ഞപ്പോ അതിന്റെ സെക്കൻഡ് പാർട്ട് ഇറങ്ങിയത്. അതെന്തോ 50 കോടിക്ക് മേളില് നല്ല ഫിനാൻഷ്യലി കേറിയില്ലായിരുന്നു. അങ്ങനെ വേറെ കുറെ സിനിമയുണ്ട്. അതുപോലെ എനിക്ക് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാം, ജയസൂര്യയുടെ ഒരു സിനിമയുണ്ട് പുണ്യാളൻ. അത് അങ്ങനെ ആരും expect ചെയ്തില്ല. പെട്ടെന്ന് അതിന്റെ സെക്കൻഡ് പാർട്ട് ഫസ്റ്റ് പാർട്ട് കമ്പയർ ചെയ്യുമ്പോൾ സെക്കൻഡ് പാർട്ട് എനിക്ക് ഫസ്റ്റ് പാർട്ടാണ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് തോന്നുന്നു. പക്ഷെ ഒരു സെക്കൻഡ് പാർട്ട് അതിനുണ്ടായിരുന്നു. പിന്നെ സിനിമ പറ്റി പറയുമ്പോൾ പണ്ടെന്ന് വെച്ചാൽ ഈ പറഞ്ഞോട്ട് സിനിമ ലീക്ക് ആവാൻ പറയുമ്പോൾ ഭയങ്കര വലിയ ഇപ്പൊ പിള്ളേരൊക്കെയാണ് ലീക്ക് ചെയ്തോണ്ടിരിക്കുന്നത്. എന്തും വേണ്ടി ന്യൂസുകാരിലൊക്കെ വരുന്നത്. പണ്ട് സിനിമ ഡൗൺലോഡ് ചെയ്യുന്ന പറയുമ്പോൾ തന്നെ ജയിലിൽ കൊണ്ടുവിടുന്ന പേടിയായിരുന്നു. പണ്ട് മറ്റേ യൂടോറന്റും തമിഴ് റോക്കേഴ്സ് ഇതിനൊക്കെയായിരുന്നു മെയിൻ ആയിട്ട് ഡൗൺലോഡ് ചെയ്യുന്നത്. അതൊക്കെ പേടിയായിരുന്നു. ഇപ്പൊ HD പ്രിന്റ് അന്ന് ഡൗൺലോഡ് ചെയ്യുന്നത് മാത്രമല്ല പേടി, നമുക്ക് എവിടെന്നെങ്കിലും കോപ്പി ചെയ്തിട്ട് കൊണ്ടുപോയി കാണുന്ന ഒരു പേടിയായിരുന്നു. സെർച്ച് ചെയ്ത് പേടിയായിരുന്നു. ഇന്ന് നെറ്റ്ഫ്ലിക്സ് വരുന്നതിനേക്കാൾ മുമ്പ് ടെലിഗ്രാമിൽ വരും. അല്ല പടം ഇറങ്ങിയപ്പോ ഓടിക്കൊണ്ടിരിക്കുന്ന റണ്ണിങ് പടം പോലെ ഒരാഴ്ച കഴിയുമ്പോഴേ ലീക്കാവും. പിന്നെ ഇപ്പൊ അങ്ങനെ വലിയ കാര്യം പ്രശ്നമാക്കാനോ അങ്ങനൊന്നും പോകുന്നില്ല. പിന്നൊരു വ്യത്യാസം വന്നിട്ടുള്ളത് സോഷ്യൽ മീഡിയയിലാണ്. ഇപ്പം 90s കിഡ്സിന്റെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്നത് ഇപ്പൊ ഓർക്കുട്ട് അല്ലെങ്കിൽ ഫേസ്ബുക്കിന്റെ തുടക്കം ചെറിയ ഫോണൊക്കെ ഉപയോഗിക്കുന്ന മെയിലൊക്കെ ആയിരുന്നു യൂസ് ചെയ്യുന്നത് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട്. പക്ഷെ ഇന്ന് ഒരുപാട് ഒരു 100 കണക്കിന് ആപ്പുകൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയാസ് ഇന്ന് നമ്മുടെ മുമ്പിലുണ്ട്. അപ്പൊ അതൊരു വലിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്, ജനറേഷനിൽ വന്നൊരു വ്യത്യാസം. പിന്നെ ഈ ഫേസ്ബുക്ക് എല്ലാരും ഉപയോഗിക്കുന്നതിനേക്കാളും മുന്നേ കുറെ ആൾക്കാർ മെയിൽ ഉപയോഗിക്കുമായിരുന്നു, ജിമെയില്. ഈ ഫോട്ടോസ് അയക്കാനായിട്ട് അത് ഉപയോഗിക്കും പുറത്തുള്ള ആൾക്കാരൊക്കെ, ഈ ഫോട്ടോ അയക്കാനും അങ്ങനെയൊക്കെ. നമുക്ക് പല വീഡിയോ കമ്മ്യൂണിക്കേഷൻ. ഇപ്പം ഞാൻ ഇൻസ്റ്റാഗ്രാം മെസ്സേജ് അയച്ചു, തൊട്ടടുത്ത സെക്കൻഡ് വേറെ ആപ്പിലായിരിക്കും മെസ്സേജ് അയക്കാൻ പോകുന്നത്. ആ ഒരു കഴിഞ്ഞ കമ്മ്യൂണിക്കേഷൻ ഭയങ്കര വ്യത്യാസം വരുന്നുണ്ട്. വാട്സാപ്പിൽ പോകുന്നു, ഒരാളോടായിരിക്കും നമ്മൾ ഈ ഇൻസ്റ്റയില് റീൽസ് ഷെയർ ചെയ്തിട്ട് വാട്സാപ്പിൽ പോകും. ഇപ്പോഴത്തെ പണ്ട് ഇപ്പം വേറൊരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ സാധനങ്ങൾ വാങ്ങിക്കുന്നത്. ഇപ്പോഴത്തെ പിള്ളേരെ നോക്കുമ്പോഴത്തേക്ക് ഓരോ സാധനങ്ങളുടെ വില, ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ മാഗി ഇപ്പൊ എത്ര എനിക്കറിയത്തില്ല ഇപ്പോഴത്തെ വില. 16 രൂപ കണ്ടല്ലേ പണ്ടൊക്കെ 5 രൂപയൊക്കെ കിട്ടും. മാഗി എന്തിനാ ബാലരമയുടെ വില അതുപോലെ പണ്ട് ക്രിക്കറ്റ് കളിക്കുമ്പോ മറ്റേ റബ്ബർ ബോൾ ആയിരുന്നു, 10 രൂപയായിരുന്നു. അത് സ്റ്റംബറിന്റെ 10 അതിന് മുമ്പിൽ ഐസ്ക്രീം ഒക്കെ മേടിച്ചിട്ട് ബോളിനകത്ത് ഈ സ്റ്റംബറിന്റെ ബോളൊന്ന് 10 രൂപ കണ്ടേ ഉള്ളപ്പോ വാങ്ങിച്ചിട്ടുണ്ടെന്ന് 12 6 എനിക്ക് കറക്റ്റ് ആയിട്ട് ഓർമ്മയില്ല. പിന്നെ അത് കുറെ കഴിയുമ്പോഴത്തേക്ക് 18 പിന്നെന്തു 22 അങ്ങനെ ഇപ്പൊ 30 രൂപ കണ്ട 30-35 കണ്ട അതിന്റെ വരെ. ഇപ്പോഴത്തെ പിള്ളേർ ഭയങ്കര അഡ്വാൻസ്ഡ്. അതെ, ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവന്മാർ 1 സെക്കൻഡിൽ അത് കണ്ടുപിടിച്ച് നമ്മുടെ അടുത്ത് പറയും. എടാ അത് മാത്രമല്ല, പണ്ടൊക്കെ നമ്മൾ ഈ പുറത്തെ കാര്യങ്ങളൊക്കെ അറിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്രത്തില. ഇപ്പൊ പണ്ട് ലെംബോർഗിനി എന്ന് പറഞ്ഞ കാർ ഉണ്ടെന്ന് തന്നെ, അങ്ങനെയൊക്കെ കാർ ഉണ്ടെന്ന് അറിഞ്ഞ അതിന്റെ പത്രത്തിൽ ഫോട്ടോ വരുമ്പോഴാണ് ലക്ഷറി കാർ. പക്ഷെ ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ നടക്കുന്ന കാര്യമാണെങ്കിലും ഇപ്പൊ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ന്യൂസ് എന്തെങ്കിലും വലിയൊരു കാര്യം ഉണ്ടായി അപ്പൊ തന്നെ അറിയും നമ്മള്. പണ്ടാണെങ്കിൽ ഇപ്പൊ ക്രിക്കറ്റ് കാണും, രാത്രിയില് ക്രിക്കറ്റ് കാണും. ഇപ്പൊ IPL ഒക്കെ തുടങ്ങുന്ന സമയത്ത് മഴയായിരിക്കും. ഇപ്പൊ പണ്ടാണെങ്കിൽ ഫോണൊന്നും ഇല്ല, ഇപ്പൊ TV-യിലാണ് ക്രിക്കറ്റ് കാണാറ്. അപ്പൊ IPL കണ്ടുകൊണ്ടിരിക്കുമ്പോ രാത്രി മഴ പെയ്താൽ കറണ്ട് എല്ലാം പോയി, പിന്നെ രാവിലെ വല്ലതായിരിക്കും കറണ്ട് വരുന്നത്. അപ്പൊ എന്തോ പേപ്പർ നോക്കാനാ, പേപ്പറിൽ അറിയണം കളി. കുഴപ്പമുണ്ട്, ഇപ്പൊ രാത്രിയില് കളി കഴിഞ്ഞു രാവിലെ വരുമ്പോഴത്തേക്ക് ഫസ്റ്റ് ഇന്നിങ്സിന്റെ ന്യൂസ് മാത്രമേ ഉള്ളൂ, സെക്കൻഡ് ഇന്നിങ്സിന്റെ അടുത്ത ദിവസം വാർത്തക്കകത്ത് വരും. രാവിലെ 7:30 ഒരു 6 മണിക്കൊക്കെ വരുന്ന വാർത്തയുണ്ടല്ലോ, അതിന്റെ അകത്തിലായിരിക്കും കറക്റ്റ് ന്യൂസ് അറിയാം. പണ്ട് സിനിമ അറിയാൻ ഫുള്ള് ന്യൂസ് എടുത്ത് നോക്കുമായിരുന്നു. ഇന്നത്തെ ദിവസം ഈ ചാനൽ നോക്കുന്നുണ്ടോ? അതുകൊണ്ട് ആവശ്യമില്ല വരുന്നില്ല. TV ആണ്, എന്തോ ഹോട്ട്സ്റ്റാർ ഉണ്ട്, പ്രൈം ഉണ്ട്, നെറ്റ്ഫ്ലിക്സ് ഉണ്ട്, എല്ലാം. ഞാൻ ഈ കോളേജിൽ കയറിയപ്പോൾ TV കണ്ടിട്ടില്ല.
ഇപ്പൊ ആപ്പടെ ടി വി കാണുന്നത് ഇപ്പൊ കഴിക്കാൻ ഫുഡ് കഴിക്കാൻ നേരത്തെ ഓക്കെ എന്തെങ്കിലും കാണാം, യൂട്യൂബ് എടുക്കുക, സെർച്ച് ചെയ്യുക, ഏതെങ്കിലും സെർച്ച് ചെയ്യുക, ഇരുന്ന് കാണുക. അല്ല പണ്ടത്തെ നമുക്ക് വെയിറ്റ് ചെയ്യണ്ട ഒരു സിനിമ റിലീസ് ആവാനോ അല്ലെങ്കിൽ അത് പരസ്യം കാണേണ്ട ആവശ്യം വരുന്നില്ല. ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് പഴയ എന്താ പറയുക ഈ നമ്മളിപ്പോ പറഞ്ഞ കാര്യങ്ങളൊന്നും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ഇവരെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ ഫോണിന്റെ അകത്തിലുള്ള കാര്യങ്ങളും അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളൂ. ഈ പറഞ്ഞ പോലെ നമ്മള് പണ്ട് ടി വിയിൽ ഇപ്പൊ IPL കാര്യം തന്നെ പറഞ്ഞില്ലേ, മഴ പെയ്ത് കഴിഞ്ഞാൽ TV പോയി. പിന്നെ അടുത്ത ദിവസം പത്രത്തിൽ നോക്കിയാൽ ഫസ്റ്റ് ഇന്നിങ്സിന്റെ എന്തോരും ആയെന്നറിയാം, പിന്നെ വാർത്ത കാണണം. എന്നാലും കറണ്ട് ഇല്ലെങ്കിൽ അറിയാൻ പറ്റത്തില്ല. ഈ ഡിഷ് നമ്മൾ കൺട്രോൾ ചെയ്യുന്ന മറ്റേ ഡിഷ് കൺട്രോൾ ചെയ്ത മിക്ക സിനിമകളിലും ഡിഷ് കൺട്രോൾ ചെയ്യുന്നത് അത് മഴ വരുമ്പോഴത്തേക്ക് എന്തോ സിഗ്നൽ അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര കേബിളിന്റെ. അതുപോലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ പണ്ട് മറ്റേ ഇടി വെട്ടുമ്പോഴത്തേക്ക് മോനെ കേബിൾ പിന്നെ പണ്ട് ഫോൺ എമർജൻസി ടൈമില് മഴ ഫോൺ ഉപയോഗിച്ചുകൂടാ അടിക്കുമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര അന്നൊന്നും വ്യത്യാസം വരാത്തത് എനിക്കൊന്ന് ലേസിന്റെ വിലയിലും ലേസിന്റെ കാറ്റ് പോയിട്ടുണ്ട്. പിന്നെ പണ്ടത്തെ മെയിൻ ഫോൺ എന്നൊക്കെ പറഞ്ഞ നോക്കിയയുടെ മറ്റേ എന്താ ഈ പാട്ടിന്റെ സൈഡിലൊക്കെ മറ്റേ കൺട്രോൾ ചെയ്യാൻ മ്യൂസിക്കിന്റെ ബ്ലാക്ക്ബെറി നമ്മള് എന്തോ അന്നത്തെ ഏറ്റവും ടോപ്പ് കമ്പനി. ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു കമ്പനിയുടെ ഒരു ഇത്ര ഡിപ്ലീഷൻ ഉണ്ടാവുന്നൊന്നും. ആ സെയിം ഡിസൈനിലാണ് E5 എന്ന് പറഞ്ഞൊരു ഫോൺ അടിപൊളി ഫോണാണ്. ഗൾഫിനെ കൊണ്ടുവരാൻ മൊത്തം അറബിയൊക്കെ ആയിരുന്നു കീപാഡ് മൊത്തം. അത് നല്ല ഫോണായിരുന്നു. അതുപോലെ ആദ്യമൊക്കെ മറ്റേ നോക്കിയയുടെ ഗെയിം ഫോണില്ലേ, ഈ ടച്ച് ഫോൺ എന്നൊക്കെ പറഞ്ഞ അന്ന് ആർക്കും ഇല്ല. ഭയങ്കര റയറാ. നമ്മൾ ഈ പറഞ്ഞ കാണുമ്പോഴത്തേക്ക് ഭയങ്കര എന്തോ ഐഫോൺ പണ്ട് കേൾക്കുമ്പോ ലൈക്ക് ഐഫോൺ ആണെങ്കിൽ 2015 വരെ തന്നെ അങ്ങനെ അധികം അറിയില്ല. ഈ സാധനം ട്രെൻഡ് എക്സ്പീരിയൻസ് എനിക്ക് ആഫ്റ്റർ കോവിഡ്. നമുക്കിപ്പോ നമ്മുടെ റിലേഷൻ തന്നെ ഒരാൾക്ക് ഇത് ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര സംഭവമായിരുന്നു. ഇപ്പൊ കാണുന്ന എല്ലാവർക്കും ഫുൾ ആൾക്കാരെ കാണും. കാരണം അതിനെ തന്നെ ഈ EMI അല്ല അങ്ങനെ നമുക്ക് ഒരുപാട് പർച്ചേസ് ഫിനാൻഷ്യലി ഓപ്ഷൻസ് വന്നുകൊണ്ട് ആക്സസിബിൾ ആണ്. EMI ഒക്കെ ഒരു പരിചയപ്പെട്ട് വന്ന കാലം എന്ന് പറയുന്നത് ഒരു 4-5 വർഷത്തിനുള്ള. EMI ഭയങ്കര പേടിയായിരുന്നു. ഇന്ന് EMI ഓക്കെ EMI ഇപ്പൊ പല ആപ്സ് ഉണ്ട്, ലോൺ എടുക്കുന്ന ഇഷ്ടംപോലെ ആപ്സ് ഉണ്ട്, സ്റ്റോക്കിംഗ് ആപ്സ് ഉണ്ട്. ഒരിടത്തും എടുത്ത് മറ്റിടത്തിടാം. ക്രെഡിറ്റ് കാർഡിന്റെ ബുദ്ധിമുട്ടാണ്, അവരെ ഇങ്ങോട്ട് വിളിച്ചു പറയും. ഇപ്പൊ ഒരു മനുഷ്യനോട് കടം ചോദിക്കുന്നതിനൊക്കെ എളുപ്പമാണ് നമുക്ക് മറ്റേ പല ആപ്പിൽ നിന്നും കടം എടുക്കാൻ സ്ലൈസ് ചെയ്യുന്നു. പല കോഴ്സ് കോമഡി ആയിട്ട് ക്രെഡിറ്റ് കാർഡിന്റെ കോഴ്സ്. പണ്ടൊക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ വാങ്ങിക്കണം ഈ പലിശക്ക് പൈസ എടുത്ത് അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ എന്തെങ്കിലും പണ്ട് വാങ്ങിക്കണമെങ്കിൽ ലോൺ എടുക്കാൻ തന്നെ ഭയങ്കര പാടായിരുന്നു. ബാങ്കിൽ കയറി ഇറങ്ങി ഭയങ്കര പ്രശ്നമായിരുന്നു. ഇപ്പൊ മറ്റേ നമുക്ക് എന്തോ ഫോം കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ലോൺ അപ്രൂവൽ ആവുന്ന സ്കീമൊക്കെ ഉണ്ട്. അങ്ങനെ അതൊക്കെ ഭയങ്കര അഡ്വാൻറ്റേജ്. പിന്നെ അതുള്ള ഇപ്പോഴത്തെ ആൾക്കാർക്ക് മറ്റേ പണ്ട് പറയുന്നത് നമുക്ക് ഈ ലോണിനായിരുന്നു കാൽക്കുലേഷൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ലൈക്ക് എന്തോ ആവും നമുക്ക് എസ്റ്റിമേറ്റ് ഇടാം. ഇപ്പോഴത്തെ പിള്ളേർക്ക് ഭയങ്കര ഈ കാരണം ഇൻവെസ്റ്റ്മെന്റിനെ പറ്റിയൊക്കെ ഭയങ്കര ഐഡിയ ഉണ്ടായിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു ഐഡിയ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ SIP ഇൻവെസ്റ്റ്മെന്റ് ഇല്ലേ, അതിന്റെ തന്നെ നമുക്ക് SIP കാൽക്കുലേറ്റർ ഉണ്ട്. അതിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരും. പിന്നെ നമ്മൾ പല ചാറ്റ് ബോട്ട്സിനെ ഭയങ്കര ഗുണം ഉണ്ടാകും. നമ്മൾ സത്യം ചാറ്റ് GPT വന്നതിന് ശേഷം നമ്മൾ ഗൂഗിളിൽ നമ്മൾ ബ്രൗസ് ചെയ്യാറ് പോലും ഇല്ല. ഗൂഗിൾ ആരും ഉപയോഗിച്ചിട്ടേ ഇല്ല. ചാറ്റ് GPT, ജെമിനി പിന്നെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഡീപ് സീക്ക് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ചൈനക്കാരുടെ ചീപ്പായിട്ടാ ഇറക്കിയത്. ചാറ്റ് GPT യൂസ് ചെയ്തതിന്റെ അത്രയും സോഴ്സ് വരും. പക്ഷെ അത് ഇപ്പം ഫസ്റ്റിലെ കഴിഞ്ഞ ദിവസം ആദ്യം നോക്കിയപ്പം ഇന്ത്യയുടെ സ്റ്റേറ്റിനെ പറ്റി വെച്ചിട്ടുണ്ട്. അപ്പം അതൊന്നും ഭയങ്കര ഇതായിട്ടായിരുന്നു. തൊട്ട് സെക്കൻഡ് ഡേ വന്നപ്പോഴേക്കും കറക്റ്റ് ആയിട്ട് അതിനെ കൊടുത്തിട്ടുണ്ട്. അരുണാചൽ പ്രദേശിനെ ഉൾപ്പെടുത്തി വരാൻ കറക്റ്റ് പ്രോമിറ്റ് വന്നിട്ടുണ്ട്. ഇന്നൊരു കാര്യം നോക്കിയപ്പോൾ ചാറ്റ് ജിപിറ്റിയേക്കാളും ആക്യുറസി പല രീതിയിൽ വരുന്നുണ്ട്. പിന്നെ ചാറ്റ് GPT ഇത്ര യൂസേഴ്സ് ട്രെയിൻഡ് ആയതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ GPT അവസ്ഥ കൂടുതലായത് കുറച്ചും ബെറ്റർ. ഇതെല്ലാം ഒരു ലൈഫ് സേവർ ആയിരുന്നു. നമ്മുടെ എന്തൊരു ചെറിയൊരു കാര്യം ഉണ്ടെന്നല്ലേ നമ്മൾ അതിനകത്ത് ചോദിച്ചത് ടോപ്പിക്ക് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ ഇപ്പോഴത്തെ പിള്ളേർക്ക് വന്നപ്പോഴത്തേക്ക് പണ്ട് നമ്മളിപ്പോ അസൈൻമെന്റ് ഒക്കെ എഴുതുന്ന സമയത്താണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ നമ്മളൊരു ഗൂഗിളിൽ നോക്കി
ഒരു സൈറ്റിൽ പോയി അവിടുന്ന് മുമ്പത്തെ ആൾക്കാർ ബുക്ക് റെഫർ ചെയ്തിട്ടാണ് കണ്ടുപിടിച്ചോണ്ടിരുന്നത്. സ്കൂളിലൊക്കെ കാരണം നമുക്ക് അറിയില്ല, ഫോൺ തരത്തില്ല. ആ സമയത്ത് കൂടുതൽ ട്രെൻഡിങ് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സംഭവമായിരുന്നു വിക്കിപീഡിയ. ബുക്ക് ഉണ്ടായിരുന്നു മറ്റേ ചേട്ടന്മാര് കഫേയിൽ ബ്രൗസ് ചെയ്യാറുണ്ടായിരുന്നു മെയിൽ അയക്കാനായിട്ടൊക്കെ. പണ്ട് വീട്ടിൽ കുറെ കൊണ്ടുതരത്തില്ല, മറ്റേ ബാഗൊക്കെ ആയിട്ട് മക്കളെ ബുദ്ധിമാന്മാരാണ്. മറ്റേ എൻസൈക്ലോപീഡിയ, ആസ്ക് മീ എനിത്തിങ് അങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ ബുക്ക് ഉണ്ടായിരുന്നു ഒരു സമയത്ത്. ഇപ്പോഴത്തെ പിള്ളേർക്ക് വല്ലതും അറിയണം, നേരെ ChatGPT പോവുക, സെർച്ച് ചെയ്യുക. പിന്നെ നമ്മൾ ഈ ഫേസ്ബുക്കിന്റെയും അതുപോലുള്ള കാര്യങ്ങൾ, ഇമെയിലിന്റെ ഒക്കെ കാര്യങ്ങൾ പറഞ്ഞു. ആ ഒരു കാലഘട്ടത്തില് കൂടുതലും ഇപ്പൊ ഒരു ഇവന്റ് നടന്നു കഴിഞ്ഞാൽ ഒരു ലോങ് വീഡിയോസ് ആണ്. ഇപ്പൊ ഒരു വീഡിയോ ക്യാമറ കാണും, അതിൽ വീഡിയോസ് എടുത്ത് അത് സൂക്ഷിച്ചു വെക്കാണ്. പക്ഷെ ഇന്നത്തെ സംഭവം എന്ന് പറഞ്ഞാല് ഇന്നൊരു ഇവന്റ് അല്ലെങ്കിൽ ഒരു കാര്യം നടന്നു കഴിഞ്ഞാല് സ്നാപ്ചാറ്റ് ഉണ്ട്, അല്ലെങ്കിൽ അതുപോലുള്ള ഒരുപാട് സോഷ്യൽ മീഡിയ, ഗൂഗിൾ ഫോട്ടോസ്. അതെ, നമ്മൾ മറന്നുപോയ കാര്യം തന്നെ അവര് ഒരു വർഷം നമ്മുടെ ലൊക്കേഷൻ എവിടെ ഉണ്ടെന്ന് ഇത്രയും ദൂരം ആൾക്കാർ പെട്ടെന്ന് കണ്ടുപിടിക്കാം. അത് മാത്രമല്ല, പണ്ടൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇവന്റ് നടക്കുക, ആ ഒരു ഇവന്റിന്റെ എന്തെങ്കിലും ഫുട്ടേജ് നീ പറഞ്ഞ പോലെ വലിയൊരു വീഡിയോ ആയിട്ട് ആരെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കും, അതെവിടെങ്കിലും പബ്ലിഷ് ചെയ്യുക, അങ്ങനെയൊക്കെയല്ലേ. യൂട്യൂബിലായിരിക്കും. ഇപ്പൊ എന്തെങ്കിലും ഒരു ഇവന്റ് നടന്നു, ഒരു 10 പേര് അതിന്റെ റീലിടും, 10 അല്ല ഒരു 100-200 പേര് അതിന്റെ റീലിടും. അങ്ങനെ നമുക്കത് കാണാൻ പറ്റും നല്ല രീതിയിൽ, പെട്ടെന്ന് തന്നെ ആക്സസ് ആവും. എമ്പുരാൻ ടീസർ ലോഞ്ച്, അതെ, അത് ഇറങ്ങി കഴിഞ്ഞ പിന്നെ റീൽസ് ഫുള്ള് എമ്പുരാനാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോട്ടിഫിക്കേഷന്റെ ആവശ്യമില്ല, നോട്ടിഫൈ ചെയ്യണ്ട, അല്ലാതെ തന്നെ ബാക്കിയുള്ളവര് സ്റ്റാറ്റസ് സ്റ്റോറി ഇട്ട് നമ്മൾ അറിയാം. അതെ, ഈ യൂട്യൂബിൽ പോയി നോക്കണ്ടായിരുന്നു, എല്ലാ സ്റ്റാറ്റസ് തന്നെ കാണായിരുന്നു. നമ്മുടെ പ്രൊമോഷന്റെ രീതിയിൽ മൊത്തം മാറി. പണ്ടൊക്കെ നമ്മള് ടിവിയിൽ ഒരു ആഡ് കാണുന്നത് ഭയങ്കര രസമായിരുന്നാണ്. ഇപ്പോഴത്തെ ഫുള്ളിൽ അല്ല ഇൻഫ്ലുവൻസേഴ്സിൽ വന്നിട്ട് പറയുന്നത് ഓക്കെ ഇത് പ്രൊമോട്ട് ചെയ്യും, ഞാൻ യൂസ് ചെയ്താണ്, ഒരു മാസം റിസൾട്ട് കണ്ടു. ആ ഒരു അതിന്റെ പ്രൊമോഷൻ ഭയങ്കര വ്യത്യാസം. അത് പണ്ടത്തെ കുറെ പരസ്യമില്ലേ, മറ്റേ ബിസ്ക്കറ്റിന്റെ ഒരു ഞാനും വലുതാകും, മിൽക്കി കുക്കീസ് അങ്ങനെ പറയുന്നുണ്ട്. ബൂസ്റ്റിന്റെ പണ്ടത്തെ പരസ്യം ഭയങ്കരമായിരുന്നു. അത് കണ്ടിട്ടൊക്കെ അവള് എടാ പിന്നെ വിക്സിന്റെ പരസ്യമാണോ, മറ്റേ വിരാട് കോഹ്ലി ഗുളിക കഴിക്കൂ, ഈ ബോൾ ഞാൻ കണ്ടില്ല. ഇപ്പോഴും പറയുന്നത് ബൂസ്റ്റിന്റെ, അത് അവരുടെ ടാഗ്ലൈൻ തന്നെ. അങ്ങനെയൊക്കെ കുറെ പരസ്യം ഉണ്ടായിരുന്നു. ഇപ്പൊ പരസ്യം ഒന്നും അറിയത്തില്ല, കണ്ടിട്ടേ ഇല്ല, വർഷങ്ങളായി കാണാറില്ല. അതുപോലെ തന്നെ പണ്ട് മറ്റേ കാർട്ടൂൺ ഒക്കെ ഇല്ലായിരുന്നു, ഈ ഹീമാൻ, ജാക്കി ചാൻ. എനിക്കൊന്ന് ഹീമാനും ഈ ഡോറയുടെ ഒക്കെ ഓരോ പരിപാടി ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ ഈ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ എന്തോ വെള്ളിയാഴ്ച എന്തോ ഒരു ദിവസം അരമണിക്കൂർ എന്തോ ഉള്ളായിരുന്നു. അത് സൂര്യയിലൊക്കെ അല്ല, കൊച്ചു ടി വി വരുന്നതിന് മുമ്പ് സൂര്യയിൽ എന്തോ ഒരു ദിവസം അങ്ങനെ എന്തോ ആയിരുന്നു. പിന്നെ കുട്ടികൾക്ക് ഈ ഇംഗ്ലീഷ് മൂവീസ് ഒക്കെ ഏറ്റവും നമ്മൾ കണ്ടോണ്ടിരുന്നത് കൊച്ചു ടിവിക്കകത്ത് കൊച്ചാനും മലയാളത്തിൽ കൊച്ചി ഡബ് ചെയ്തതിന് ഒരുപാട് ജേർണലിസ്റ്റ് സെന്റർ ഓഫ് ദ എർത്ത് എന്ന് പറഞ്ഞ എത്ര പടം റിപ്പീറ്റ് ചെയ്ത് കാണും. അതുപോലെ തന്നെ HBO-ക്കകത്ത് നമ്മള് ഇഷ്ടംപോലെയാണ്. HBO പിന്നെ വേറെ സ്റ്റാർ മൂവീസ് എല്ലാവരും നെറ്റ്ഫ്ലിക്സ് പണ്ട് ഇംഗ്ലീഷ് സിനിമ കാണണമെങ്കിൽ HBO ഇതൊക്കെ ഉള്ളതായിരുന്നു. പിന്നെ വേറെ ഒരെണ്ണം ഉണ്ടായിരുന്നു, നോക്കുവായിരുന്നു കറക്റ്റ് ടൈം ഈ പടം ഓക്കെ കാണാം. അത് പത്രത്തിൽ ഇന്നത്തെ സിനിമ എന്ത് അങ്ങനെ ഒരു കോളം ഉണ്ടോന്ന് അറിയത്തില്ല, കാണത്തില്ലായിരിക്കും. അതെ, സമയം ഉച്ചക്ക് ഇത്ര സമയമാകുമ്പോ ഈ സിനിമ. പണ്ടൊരു സൺ ടിവിയിലൊക്കെ ഓരോ ഇത് വരുമായിരുന്നു, ഉങ്ങളെ സൺ ടിവിയിൽ ചെലന്തി മനുഷ്യൻ പെരിയാമ്മ ഗോഡ്സിലേക്ക് പറയുന്നത്, പെരിയാമ്മ ഗോഡ്സ് ഇല്ല, അതൊക്കെ കോമഡി. ഇപ്പോഴത്തെ പിള്ളേര് കുറെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല, കുറവായി ഒരുപാട്. അതൊക്കെ ഓർക്കും ഭയങ്കര ഒരു നൊസ്റ്റാൾജിക്. അതുപോലെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഗെയിം കളിക്കണ തന്നെ മറ്റേ പ്ലേ സ്റ്റേഷനും ആ കാര്യമുണ്ട്, അല്ലെ ഫോണിൽ തന്നെ, അല്ലെ ലാപ്പിലാണെങ്കിലും ഗെയിം കളിക്കാമല്ലോ. പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ പ്ലേ സ്റ്റേഷൻ ഒന്നും പറയാൻ പറ്റത്തില്ല, ഒരു മറ്റേ സംഭവം കിട്ടും, അതിൽ ഡിസ്ക് കുത്തണം, എന്നിട്ട് മറ്റേ ടിവിയിൽ നമ്മള് വീഡിയോയുടെ ഓഡിയോയുടെ കണക്ട് ചെയ്തിരിക്കും, അത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മറ്റേ ജോയിസ്റ്റിക് കളിച്ചുകൊണ്ടിരിക്കാം. അതില് മെയിൻ ആയിട്ടുള്ള ഗെയിം ആയിരുന്നു സൂപ്പർ മാരിയോ. മറ്റേ പണ്ടൊരു സാധനം ഉണ്ടായിരുന്നു DVD പ്ലെയർ, നമ്മള് ഓരോ തിയേറ്ററിൽ ഇറങ്ങുന്ന സിനിമയൊക്കെ പിന്നെ CD-ക്കകത്ത്, എന്നിട്ട് നമ്മള് കടയിൽ പോയി CD പണ്ട് മറ്റേ ഗൾഫിൽ നിന്ന് കാരണം മറ്റേ CD-യുടെ കൊല്ലി ബുദ്ധി കൊണ്ടുവന്നു DVD പ്ലെയർ ഇല്ല, അത് CD ഇട്ടിട്ട് നമുക്കത് വീഡിയോ ഗെയിം കളിക്കുന്നത് അന്നത്തെ ഒരു ഇന്നത്തെ PS4 രീതിയാണ്. അന്നത്തെ ഒരു പേടി സ്വപ്നം ഒന്നും അറിയോ,
നമ്മൾ ഈ ഡിസ്ക് ഇടുക, ഡിസ്ക് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഇടയ്ക്ക് നിങ്ങൾ സ്റ്റക്ക് ആവും. നമുക്ക് പേടിയാ പറയാൻ, കാരണം എന്ത് പറ്റി നമുക്കറിയത്തില്ല. കുഞ്ഞിരാമായണത്തിന്റെ പ്ലോട്ട്. പിന്നെ ഫിനാൻഷ്യൽ ഹാബിറ്റ് വന്നിട്ടുണ്ട്. പണ്ട് നമ്മൾ ലൈക്സ് ഇപ്പം നമ്മൾ 100 രൂപ കലാര എമൗണ്ട് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഹ്യൂജ് എമൗണ്ട് തോന്നുന്നു, ഭയങ്കര ഹ്യൂജ് എമൗണ്ട്. ഇന്ന് 100 എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ, അന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, 10-20 കിലോമീറ്റർ അപ്പുറത്ത് പോകണമെങ്കിൽ 100 രൂപ മറ്റും ഉള്ളായിരുന്നു. അത് പണ്ടൊക്കെ 20 കിലോമീറ്റർ എന്ന് പറയുന്നത് കോൺസെപ്റ്റ് ഭയങ്കരമായിരുന്നു. ദൂരെ ഒരു ദിവസം നമ്മുടെ ഒരു ഫുൾ കൺസെപ്റ്റ് ആണ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് നമ്മളിപ്പോ എവിടെയെങ്കിലും പോവാ ഏതെങ്കിലും ഒരു സ്ഥലത്ത്, ആ ഒരു സമയത്ത് കൂടുതലും ബസ്സിൽ എവിടെയെങ്കിലും പോയി വരാനേ ഉള്ളൂ, അല്ലെങ്കിൽ ട്രെയിൻ ഉണ്ടായിരുന്നു. ഈ സമയത്ത് ഇപ്പൊ ട്രെയിനിൽ പോവാ, ട്രെയിനിൽ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ നമ്മളൊരു 6 മണിയൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പേടിയാ, കാരണം തിരിച്ച് വീട്ടിലോട്ട് ബസ് ഇപ്പഴെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ പോയി കഴിഞ്ഞാലും നമുക്ക് ഏത് സമയത്തും തിരിച്ച് വീട്ടിൽ. ഇപ്പൊ ബസ്സിൽ കയറുന്നത് കുറവാ, കേറുന്നുണ്ട് നമ്മള്. ബസ്സിൽ കയറി ഇപ്പൊ അതാണ് നൊസ്റ്റാൾജിയ, ആ ഒരു എന്താ പറയാ ഫീൽ ചെയ്യാൻ വേണ്ടി മാത്രം ബസ്സിൽ കയറുന്നത്. സ്കൂളിൽ പോകാൻ പറ്റത്തില്ല. ഞാൻ സ്കൂളിൽ ബസ്സിൽ പോയിട്ട് 10th കയറി. അതിനുശേഷം പിന്നെ ഈ പറഞ്ഞ കോളേജുകളിൽ വന്നിട്ട് വീട്ടിലോട്ട് പോകുന്ന നേരത്ത് മാത്രമേ ബസ്സിൽ കയറുന്നുള്ളൂ. ആ ടൈമില് ഓക്കെ ഇല്ല അപ്പൊ നമ്മൾ ആ സമയത്ത് കയറുമ്പോൾ കറക്റ്റ് സ്കൂളിലുള്ള പിള്ളേരായി നമ്മുടെ കൂടെ കയറുന്നത്. അപ്പൊ ഇവന്മാര് പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ ആലോചിക്കും, ഇതൊക്കെയാണല്ലോ നമ്മൾ പറഞ്ഞോണ്ടിരുന്നത്. അപ്പൊ ആ ഒരു മൊമെന്റ് കിട്ടും ഭയങ്കര. അതുപോലെ തന്നെ ഇപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ റിലേറ്റ് ചെയ്യാൻ പറ്റും. പണ്ട് നമ്മളിങ്ങനെ ബസ്സിലൊക്കെ കയറുമ്പോ ഇപ്പോഴത്തെ പിള്ളേരെ കാണുമ്പോഴേ, ബസ് മാത്രമല്ല വേറൊരു സാധനം കൂടെ ഉണ്ട്, സൈക്കിൾ. ഞാൻ പോയിട്ടുള്ള സൈക്കിളാണ്. പക്ഷെ ഇന്ന് ഞാൻ പറയട്ടെ, +2 ആയിട്ട് ഞാൻ ഇതുവരെ സൈക്കിൾ കേറിയിട്ടില്ല ഇതുവരെ. അല്ല, പണ്ട് സൈക്കിൾ എടുക്കുന്ന പറയുമ്പോൾ നമുക്ക് അന്നത്തെ ടോപ്പ് ബൈക്ക് എടുക്കുന്ന ഫീൽ ആയിരുന്നു. പണ്ടത്തെ അത് മാത്രമല്ല, പണ്ടത്തെ മെയിൻ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ വലിയ ഹാൻഡിലുള്ള സൈക്കിൾ, ഫുഡ് സ്റ്റെപ്പ് ഒക്കെ വെച്ചിട്ട് കരിയർ വെക്കുക. പിന്നെ വലുതായിരുന്നു സ്റ്റണ്ടറോടുള്ള സൈക്കിൾ, ടയറിലെ ലൈറ്റ്, സ്റ്റിക്കർ ലൈറ്റ്, കരിയർ വെക്കുന്ന സൈക്കിൾ ഉണ്ടല്ലോ, അത് ഒരു ട്രെൻഡായി കഴിയുമ്പോഴേ കുറച്ച് അതൊക്കെ ഓടിച്ച് ഒരു ഇതായി വരുമ്പോഴേ ഒരുത്തൻ കരിയർ ഒന്നും ഇല്ലാതെ ഗിയർ കൊണ്ടുവരും. അപ്പൊ പിന്നെ അതിലോട്ടാ ഫോക്കസ്. അത് കഴിഞ്ഞ് എങ്ങനെ അപ്പൊ കരിയർ മുറിച്ചു കളയണം. കരിയർ പിന്നെ അതുപോലെ തന്നെ ഫ്ലൈ ഇല്ലേ, അതും ഒരു ട്രെൻഡായിട്ട് വന്നൊരു സംഭവം ഇടയ്ക്ക് എല്ലാവരുടെ ഇടയ്ക്ക്. കംപ്ലീറ്റ് ചെയ്യുമ്പോൾ സ്കൂളിൽ പോകും. അത് എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ എന്റെ കസിനും കൂടെ കാവാലത്ത് പോയി. അപ്പൊ അവിടെ ഒരു സൈക്കിൾ ഉണ്ടായിരുന്നു, അതിന്റെ ഫ്ലൈ ഊരി വെച്ചേക്കുമായിരുന്നു. ഞാൻ അവിടെ എല്ലാം ഫുള്ള് കറങ്ങിട്ട് പോയി. അവന് വെള്ള ടീഷർട്ട് ഇട്ടിരുന്നത്, കല്യാണമായിരുന്നു. തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നോക്കിയപ്പോ അതിന്റെ ബാക്കിൽ ഫുള്ള് ചളയാ, അതിന് തെറിച്ച്. നമുക്ക് എന്തോ ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. ഇപ്പോഴത്തെ പിള്ളേർക്ക് പറഞ്ഞാൽ മനസ്സിലാവും. ഇപ്പോഴത്തെ പിള്ളേർ നമുക്ക് ശരി, നമ്മള് ഈ ഒരു ഏജ് വലിയ ഡിഫറൻസ് പക്ഷെ നമുക്ക് നമ്മൾ കുറച്ചുകൂടെ കാലം കണ്ടിട്ടുണ്ടല്ലോ, നമ്മള് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്, നമുക്ക് ആ ഡിഫറൻസ് തോന്നിക്കുന്നത്. ഇപ്പൊ പണ്ട് ഈ പറഞ്ഞ സൈക്കിളിലായത് നമ്മൾ അന്ന് വലിയൊരു നല്ലൊരു ഗിയർ സൈക്കിള് എല്ലാം ഉള്ള ഒരു സൈക്കിള് ചവിട്ടുന്ന ഫീലും ഇപ്പം ഭയങ്കര ഈ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ലക്ഷറി ബൈക്കില്ലേ, അത് ഓടിക്കാൻ തന്നെ വലിയ വ്യത്യാസമില്ല. കാരണം അന്ന് അതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു സംഭവമായിരുന്നു. പിന്നെ ഈ കൊച്ചിലെ നമ്മൾ ആരും മുമ്പിലൊക്കെ പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ കാണും. അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ യൂട്യൂബിലൊക്കെ ഓരോ തരത്തിലെ 40s കഴിയുമ്പോഴത്തേക്ക് വരാൻ പോകുന്ന ടെക്നോളജി, അല്ലെ അടുത്ത ഫോണിന്റെ ഇതൊക്കെ പറഞ്ഞിട്ട് കുറെ വീഡിയോസ് വരുമായിരുന്നു. നമ്മൾ പുതിയ ടെക്നോളജി, അടുത്ത ഫോൺ വരാറ്, പറക്കുന്ന ഫോൺ, വരുന്ന ഫോൺ. അതുപോലെ തന്നെ എല്ലാരും 2012 ആവാൻ നോക്കിയിരിക്കുകയാണ് ലോഗോ. അതൊക്കെ അതൊരു പണ്ട് മറ്റേ അല്ലു അർജുന്റെ സിനിമ ഇറങ്ങുന്ന ടൈമില് അത് കുറച്ച് എനിക്ക് നമ്മളെ കുറച്ചുകൂടെ ബാക്കിലുള്ള ഓർമ്മ വന്നത്. പുള്ളിക്കാരന്റെ മസിൽ കൂടി കൈ മുറിച്ചു പോയി. ഒരു സിനിമയൊക്കെ മസിൽ പിടിക്കും, അപ്പൊ ഷർട്ട് ഇങ്ങനെ കയറി പോകും. അപ്പൊ മറ്റേ ചിലടത്ത് അല്ലു അർജുനാണ്, ചിലടത്ത് എനിക്ക് ഋത്തിക് റോഷൻ ആയിരുന്നു തോന്നുന്നു. പലയിടത്ത് ആ രീതിയിൽ എക്കോട്ടിരുന്നത്. ഇപ്പൊ അതൊക്കെ അങ്ങനെയൊക്കെ കാണിച്ചു ചെയ്യാണല്ലോ ആൾക്കാർ എടുത്തിട്ട് ആലോചിച്ചൂടാ. അതായത് ആ ടൈമിൽ നമുക്ക് ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ ഇത്ര ആക്റ്റീവ് ആയിരുന്നല്ല, പക്ഷെ എന്നിട്ട് നമ്മുടെ ഒരു പോയിന്റ് നടക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ ട്രോളായി അല്ലെങ്കിൽ ഈ ഒരു ഗ്യാപ്പായിട്ട് ഇത്രയും ക്യാമ്പയിൻ ആയിട്ട് മൊത്തം ആൾക്കാർ അറിയുമായിരുന്നു. അപ്പൊ അന്നത്തെ ആൾക്കാരുടെ വോർഡ് ഓഫ് മൗത്ത് ആലോചിച്ച് നോക്കി എന്തായിരിക്കും. മാർക്കറ്റ് ചെയ്യാനാണെങ്കിൽ അന്ന് കുറെ ഭയങ്കര സ്ട്രഗിൾ ആയിരുന്നു. അന്ന് സെപ്പറേറ്റ് ഓരോരോ കമ്പനീസ് പോലെ പരസ്യം ചെയ്യുന്നത്. ഇപ്പൊ എനിക്കൊന്ന് അവരൊക്കെ ഭയങ്കര ഡൗൺ ആയി കാണും. പണ്ടാണെങ്കിൽ ഇപ്പൊ സിനിമയുടെ കാര്യം വരുവാണെങ്കിൽ തന്നെ പോസ്റ്റർ അടിക്കുക, രാത്രിയിലൊക്കെ പോയി എല്ലാരും നമ്മള് സിനിമ സൈഡിലൊക്കെ. ഇപ്പൊ എന്തുവാ
അതിലെ പോയി പോസ്റ്റർ ഒട്ടിക്കണ്ട, നേരെ സ്റ്റാറ്റസ് അതെ. ഇപ്പൊ നമുക്ക് സേവ് ഒരു പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ പ്രൊമോട്ട് ചെയ്യാൻ എളുപ്പം. ഞാൻ വേറെ ആരും ഹയർ ചെയ്യേണ്ട ആവശ്യം. ജസ്റ്റ് ഇപ്പൊ എനിക്കൊരു അല്ലെങ്കിൽ ഞാൻ രജിസ്റ്റർ കൊടുക്കാം, എന്നിട്ട് എന്റെ ഫസ്റ്റ് ഡേ 1 തൊട്ടുള്ള വീഡിയോസ് ഇട്ട് പോയാൽ മാത്രം മതി. കറക്റ്റ് ജെന്യൂനുള്ള സപ്പോർട്ടേഴ്സ് നമുക്ക് അതിൽ തന്നെ കിട്ടും. പണ്ടൊക്കെ നമുക്ക് ഇതൊട്ട് ആൾക്കാരെ ഫിച്ച് ചെയ്യാന്ന് പറയാൻ ഭയങ്കര പാടാണ്. അതൊക്കെ വെച്ച് നോക്കുമ്പോ ഭയങ്കര അഡ്വാൻസ്, നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ്. പിന്നെ ഫിനാൻഷ്യൽ ഫ്രീഡം ഇപ്പം ഇപ്പോഴത്തെ കുട്ടികൾക്ക് കുറച്ചും കൂടെ അതിനെപ്പറ്റി ഒരു ഐഡിയാസ് വരുന്നുണ്ട്. അതുപോലെ എന്ത് ചെയ്യണം എന്നുള്ള ഐഡിയ ഉണ്ട്. പണ്ട് നമ്മളിപ്പോ ഒരു ലോൺ എടുത്തിട്ടായിരിക്കും നമ്മളൊരു എഡ്യൂക്കേഷൻ ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ കാര്യമല്ല, നമ്മള് ഇത് രണ്ടിന്റെ ഇടയ്ക്ക് നിൽക്കുന്ന നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾ കുറച്ചും കൂടെ ഒരു എന്താ പറയുന്നത്, പല കാര്യത്തിൽ ഇപ്പോഴും ഇൻവെസ്റ്റ് ചെയ്ത് അങ്ങനെ ജീവിക്കുന്ന ഒരു ടൈപ്പ്. അവിടെ ഞാൻ പറയാം, ആ ഒരു കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് ഇപ്പം എല്ലാവർക്കും ഇതിനെ പറ്റി ഒരു നോളജ് ഉണ്ട്. ആ സമയത്ത് അവിടെ വരുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഭയങ്കര കോമ്പറ്റീഷൻ കൂടുതലായിരിക്കും. പണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് അത്ര കോമ്പറ്റീഷൻ ഇല്ല. പണ്ട് കോമ്പറ്റീഷൻ ഇപ്പൊ ഒരാൾക്ക് ഒരു കാര്യം അറിയാമെങ്കിൽ ഈ പറഞ്ഞ കാര്യമൊക്കെ കൺവിൻസ് ചെയ്ത് ഭയങ്കര പാടാണ്. നമ്മുടെ സ്കാം എന്ന രീതിയിൽ ഭയങ്കര. പണ്ട് ഷെയർ മാർക്കറ്റ് കേൾക്കുമ്പോൾ എന്തോ വലിയ മുട്ട സ്കാം അറിയില്ല. കാരണം നമ്മൾ മറ്റേ കുറച്ച് ഇൻസിഡൻസ് കേട്ടിട്ടുണ്ടോ, ഇത് തന്നെ നമ്മുടെ മൈൻഡിൽ കറങ്ങിക്കൊണ്ടിരിക്കും. അതിനെപ്പറ്റി പറയുമ്പോഴത്തേക്ക് ഒരു 90s-ലൊക്കെ ഉള്ളവർ എക്സ്പീരിയൻസ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു മാർക്കറ്റ് ക്രാഷ്. കാരണം ഹർഷൻ മേധയെ പോലുള്ളവര് ഒരു സ്കാം നടത്തി ഭയങ്കരമായിട്ട് മാർക്കറ്റ് ക്രാഷ് ആയി. ആ സമയത്ത് പൈസ കിട്ടാറ് പൈസ പോയി. അപ്പോഴത്തേക്ക് അവരുടെ ആ ഒരു ജനറേഷനിലുള്ളവർ നോക്കുമ്പോ എന്തുവാ, മാർക്കറ്റ് ഇതൊരു സ്കാമാണ്, അടുത്ത് വരുന്ന ആൾക്ക് ഇതായിരിക്കും പറഞ്ഞു കൊടുക്കാൻ. ഇതത്ര വലിയൊരു നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആണെന്ന് അവർക്ക് തോന്നിയില്ല. പക്ഷെ അത് കഴിഞ്ഞു വന്നവരും 2000 ഒക്കെ കഴിഞ്ഞ് വന്നവരൊക്കെ നോക്കുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ പൈസ കിട്ടുമ്പോൾ അതിനനുസരിച്ചുള്ള റിട്ടേൺസ് കിട്ടും. ആ ഒരു ജനറേഷനിൽ വന്ന ഒരു വ്യത്യാസമാണ്. ഓരോ ജനറേഷനിലുള്ളവരോരോ പല രീതിയിലാണ് കാണുന്നത്. പിന്നെ ഈ പറഞ്ഞ ആൾക്കാർ തമ്മിലുള്ള അപ്രോച്ച്, ഒരാളെ കാണുമ്പോൾ റെസ്പെക്ട് അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, അത് ഭയങ്കരമായിട്ട് ഡിഫറൻസ് ആണ്. അതിപ്പോ ഭയങ്കര കുറഞ്ഞ ഉള്ള രീതിയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമുക്ക് പേടിയില്ല. കഴിഞ്ഞ ദിവസം തന്നെ ഓരോ ന്യൂസിലൊക്കെ കണ്ടില്ലേ, മറ്റേ പ്രിൻസിപ്പളിനെ തല്ലി. അത് മാത്രമല്ല, ഒരു +2 വിദ്യാർത്ഥി SIയുടെ മറ്റേ കൈ പിടിച്ച് തിരിച്ചു പിടിച്ച് താഴെ ഇട്ടെന്ന്, അങ്ങനെ എന്തോ ഒരുപാട് കാര്യങ്ങള്. ഇപ്പൊ മുതിർന്നവരെ കാണുമ്പോ ഇരിക്കുക, ഇപ്പോഴത്തെ അങ്ങനെ അതിപ്പോ നമ്മൾ ചെയ്യാൻ വിചാരിച്ചു. നാളെ അത് മീമാ. ഒരാളെ കാണിച്ചു കഴിഞ്ഞാൽ അയാള് ഒരു ടൈപ്പ് സാധനം പറഞ്ഞ ആ ഒരു മീമായിട്ട് വരിക. അപ്പൊ അത് കാണുമ്പോൾ കുറെ പേര് ഇത്രേ ഉള്ളൂ, ആ ഒരു മൈൻഡിലെ ഫോളോ ചെയ്യും. ഞാൻ തന്നെ എന്റെ വീട്ടുകാരോട് ഇരിക്കുവാണെങ്കിൽ, എന്റെ അമ്മയപ്പുറത്ത് ഇരിക്കുവാണെങ്കിൽ, ഇപ്പൊ ഏതെങ്കിലും മുതിർന്ന ആള് വരുവാണെങ്കിൽ ഞാൻ ഒന്ന് എണീക്കാൻ ലേറ്റ് ആയി എന്നെ ഇങ്ങനെ. പക്ഷെ ഇപ്പോഴത്തെ പിള്ളേർക്ക് അങ്ങനെ ഒരു ചിന്തയില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പക്ഷെ അത് ഗുണമുണ്ട്. ഇപ്പം പണ്ടത്തെ ആൾക്കാരെ വെച്ചാൽ ഇപ്പം നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളായിരിക്കും അപ്പൊ അയാളൊരു കാര്യം പറയുമ്പോൾ നമുക്ക് മൈൻഡ് ചെയ്യിക്കും, ഓക്കെ ഇങ്ങനെ പറഞ്ഞു, അത് പറഞ്ഞ ശരി, അപ്പൊ നമുക്ക് തിരിച്ചു പറയാൻ തോന്നില്ല. പക്ഷെ ഇപ്പോഴത്തെ പിള്ളേരല്ല, കുറച്ചുകൂടെ കറേജാണ്. സത്യം പറഞ്ഞാൽ നല്ല കാര്യങ്ങളുണ്ട് അതിനകത്ത്. കറക്റ്റ് സ്ട്രേറ്റ് ഫോർവേഡ് പറയാം, അങ്ങനെ പറഞ്ഞാൽ ശരിയായില്ല, ഞാൻ ഇതാ ചെയ്യുന്നത്. അത് ഭയങ്കര ട്രോമയുടെ റേറ്റ്. നമുക്ക് ഇഷ്ടമല്ലാത്ത കാര്യം നമ്മളെ ഫോഴ്സ് ചെയ്ത് ചെയ്യേണ്ട വരും പല സമയത്ത്. അതിപ്പം ഇപ്പൊ ആൾക്കാർ സ്ട്രേറ്റ് ഫോർവേഡ് പറയാൻ തുടങ്ങും. ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ല എന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ, അതൊരു നല്ല കാര്യം തന്നെയാണ്. അങ്ങനെ ഒരുപാട് എല്ലാ കാര്യത്തിലും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഒരു പാത്ത് ഫോളോ ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ ഇടയ്ക്ക്. പിന്നെ വേറൊരു കാര്യം ഗെയിമിങ്ങിന്റെ തന്നെ. ഇപ്പൊ മുമ്പേ പറഞ്ഞ പോലെ DVD പ്ലെയർ കഴിഞ്ഞ് വന്നൊരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡെസ്ക്ടോപ്പിൽ ഗെയിം കളിക്കുന്നത്. അത് നീഡ് ഫോർ സ്പീഡ്. പണ്ട് ഗെയിം നമുക്ക് എന്റർടൈൻമെന്റ് മാത്രമാണെങ്കിൽ ഇന്ന് കരിയറാണ് പല. പണ്ട് ഗെയിം കളിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്ക് എന്ത് കിട്ടാനാണ് ഓഫി ചൂടായി, കമ്പ്യൂട്ടർ ചൂടായി, എക്സാമിന്റെ ടൈമില് കമ്പ്യൂട്ടർ ഓൺ ആക്കിയിട്ടില്ല, അങ്ങനെയൊക്കെ കമ്പ്യൂട്ടർ ഓൺ ആക്കിക്കത്തില്ല, അങ്ങനെയൊക്കെ നമ്മുടെ എക്സാമിന് ലാപ്ടോപ്പൊക്കെ അലമാരി വെച്ചിട്ട് പൂട്ടും എക്സാമിന്റെ സമയം കഴിയുമ്പോഴത്തേക്ക്. പണ്ട് ഇതുപോലെ പേടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെയിമൊക്കെ കളിച്ചോണ്ടിരിക്കുന്നതിനിടയ്ക്ക് ലാപ്ടോപ്പ് ഹാങ് ആകും. പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, അടച്ചു വെക്കും, തുറക്കും, ആ സെയിം സാധനം തന്നെ. അതുകൊണ്ട് പണ്ടെന്ന് വെച്ചാൽ ഈ ജോബിന്റെ കാര്യം പറയുമ്പോൾ പണ്ട് നമുക്ക് ഒരു വൈറ്റ് കോളർ ജോബ്, സെറ്റ് ഓഫ് ജോബ്സ് ഉണ്ട്, ഇത് കിട്ടിയില്ലെങ്കിൽ ലൈഫ് പോയി എന്ന രീതിയിൽ ആരും കാണിച്ചിട്ടു. പക്ഷെ ഇപ്പോഴത്തെ പിള്ളേർക്ക് അല്ലെങ്കിൽ ഇപ്പോഴത്തെ കുറെ ആളുകൾ മനസ്സിലായിട്ടുണ്ട് അതിലെല്ലാ കാര്യവും പോകും. അല്ല ഇപ്പോഴത്തെ ഒരു ഡിഗ്രിക്ക് വേണ്ടി ഒന്നും പഠിക്കുന്ന നമ്മളാണെങ്കിലും ഇപ്പം എല്ലാവർക്കും ജസ്റ്റ് മണി ജനറേറ്റ് ചെയ്യുക, ലൈഫ് സെറ്റിൽ ആകുക. പിന്നെ വേറൊരു കാര്യം എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ജനറേഷനിലുള്ളവരെന്നൊക്കെ പറയുമ്പോൾ കൂടുതൽ പഠിത്തം എന്നുള്ള ഒരു പ്രഷർ വരുന്നില്ല. ഈ സ്പോർട്സ് ഇല്ലേ, സ്പോർട്സിലേക്ക് അധികം നമ്മളിപ്പോ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിലും നമ്മളങ്ങനെ വലുതായിട്ട് വിടത്തില്ലായിരുന്നു മിക്കവാറും ഉള്ളവരെയല്ല. എനിക്കറിയാവുന്നവരെല്ലാം അങ്ങനെ എന്റെ ഈ ഒരു പ്രായത്തിലുള്ള.
പക്ഷെ ഇപ്പോഴത്തെ പിള്ളേരെ പേരൻസ് അങ്ങനല്ല, സപ്പോർട്ട് ചെയ്യും കുറെ കൂടെ. ഇപ്പൊ പഠിത്തം മാത്രമല്ല, അതിന്റെ അപ്പുറത്തും വേറെ ഈ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട്. പണ്ട് നമുക്ക് ഈ പറഞ്ഞിട്ട് കളിക്കാൻ പോകുന്ന പറയുന്നത് ഭയങ്കര ഒരു ഇതായിരുന്നു, ഇൻട്രസ്റ്റ് ഉണ്ടാകും. പക്ഷെ ഇപ്പം ഒരു സെറ്റ് ഓഫ് ആൾക്കാർ ഇതോട്ട് ട്രെയിൻഡ് ആയിട്ട് എന്താ പിള്ളേർ അല്ലെങ്കിൽ അതിന് ഫോക്കസ് ചെയ്യുമ്പോൾ ഓക്കെ, ബാക്കിയുള്ളവർക്ക് എന്ന് പറയുമ്പോൾ ഇതിന് ഇൻട്രസ്റ്റ് ഇല്ല. അപ്പൊ അവരെ നോക്കുമ്പോൾ അവിടെ പോയി അല്ലെങ്കിൽ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു മൈൻഡിലോട്ട് മിക്കവരും മാറിയിട്ടുണ്ട്. അത് വെച്ച് നോക്കുമ്പോ അത് ആ ഒരു ഇതില് ഭയങ്കര മാറ്റമാണ്. കാരണം ഇപ്പൊ ഒരു കഴിവുള്ളൊരു കുട്ടി അവനെ ഈ പറഞ്ഞ പോലെ കൊച്ചിലെ തന്നെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവൻ നല്ലൊരു നിലയിലെത്തും. അതിപ്പോ നമുക്ക് അവന്റെ വീഡിയോ എടുത്തപ്പോ സോഷ്യൽ മീഡിയ കഴിഞ്ഞാൽ എവിടെ നിന്നൊക്കെ ആയിരിക്കും സപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പൊ ഒരു ചെറിയ കുട്ടിയാണ് ഇപ്പൊ ചെറുതായിട്ട് ക്രിക്കറ്റ് കളിക്കുന്ന ഒരു വീഡിയോ എടുത്തിട്ട് അതിന് കഴിഞ്ഞാൽ തന്നെ അത് പിന്നെ ഓരോരുത്തരെ ടാഗ് ചെയ്യും. അവിടെ വരുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ അവര് ഫിനാൻഷ്യലി ബാക്ക്വേർഡ് ആണ് തന്നെ സപ്പോർട്ട് ചെയ്യാൻ സ്പോൺസേഴ്സ് വരും. അതവരെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇപ്പം ഈ അതിൽ കൂടെ പാട്ട് പാടി എത്ര കുട്ടികളെ രക്ഷപ്പെട്ടു. അതെ അതെ, ഒരുപാട് സിനിമയില് വന്നവരുണ്ട്. അത് മാത്രമല്ലടാ, ഇപ്പൊ ആക്ട് ചെയ്യാൻ കഴിവുള്ളവർ കാണും. ഇപ്പൊ ഫിലിം ഇൻഡസ്ട്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്രമാത്രം കഴിവുണ്ടെന്ന് പറഞ്ഞാലും നമ്മളിങ്ങനെ ഓരോരുത്തരുടെ പുറകിന് നടന്ന് ഭയങ്കര പാടായിരിക്കും. പക്ഷെ ഇപ്പൊ എന്ന് വെച്ചാൽ അങ്ങനെയല്ല, നമുക്ക് കഴിവുണ്ടെങ്കിൽ നമുക്കത് വലിയൊരു ഓഡിയൻസിന്റെ മുന്നിൽ നമുക്കത് പ്രസന്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ പണ്ടൊരു ഹ്യൂജ് ഓഡിയൻസിനെ കിട്ടുന്ന സിനിമ എന്ന് പറയുന്ന വഴികളൊക്കെയാണ്. പക്ഷെ ഇന്നെന്ന് പറഞ്ഞ ഒരു വലിയൊരു ഓഡിയൻസ് നമുക്ക് കിട്ടാൻ വളരെ എളുപ്പമാണ്. ഒരു സോഷ്യൽ മീഡിയ ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര എളുപ്പമാണ്. പണ്ടൊക്കെ നമ്മള് സിനിമ ഏറ്റവും കൂടുതൽ പേർക്കൊള്ളുന്നത് ആക്ടറെ നോക്കിയിട്ടാണ്, അല്ലെങ്കിൽ മെയിൻ ഹീറോയിക് റോൾ ആരാണ് നോക്കിയിട്ടാണ്. പക്ഷെ ഇന്ന് കൂടുതലും റൈറ്റേഴ്സ് അല്ലെങ്കിൽ ഡയറക്ടർ സിനിമാറ്റോഗ്രാഫർ ആരാണ്, ഇപ്പം ഡയറക്ടർമാരാണെങ്കിൽ കുറച്ചുകൂടി റൈറ്റേഴ്സ് നോക്കും, സിനിമാറ്റോഗ്രാഫേഴ്സ് ആരാണ് നോക്കാറുണ്ട്. ഇപ്പൊ കുറച്ചുകൂടി ടെക്നിക്കൽ സൈഡിൽ നോക്കാറുണ്ട്. ഓരോ ഡയറക്ടേഴ്സിനും ഓരോ ടേസ്റ്റ്. ഒരു സിനിമ ഇറങ്ങാൻ നേരത്ത് നമ്മള് ഇത് ഹിറ്റ് ആവും ഇങ്ങനെ ആലോചിക്കും. എന്നിട്ട് ഡയറക്ടർ ഈ പുള്ളിയല്ലേ ഡയറക്ടർ, ഓക്കെ അപ്പൊ പുള്ളിയുടെ സ്റ്റൈല് കാണും, എന്നാ പോയി കാണാം. അത് മറ്റേ അലമ്പൻസ് ഇല്ലേ, അവരുടെ ഒരു വീഡിയോ ഉണ്ട് മറ്റേ ഡയറക്ടേഴ്സിനെ പറ്റി. അവരുടെ ഒരു ഡയറക്ടർ ബൈ എന്ന് ഡയറക്ടഡ് ബൈ അതില് കറക്റ്റ് എങ്ങനെയാണോ ഓരോ ഡയറക്ടേഴ്സ് എടുത്തു കൊടുക്കുന്നത് പക്കയായിട്ട് അവര് കാണിച്ചിട്ടുണ്ട്. നല്ലൊരു വീഡിയോ നല്ല എഫർട്ട് എടുത്തിട്ടുണ്ട്. പണ്ട് അറിയാവുന്നവർക്ക് 3-4 ഡയറക്ടേഴ്സ് ആരാ, ഷാജി കൈലാസിനെ അറിയാം, മോഹൻലാലിന്റെ ഇപ്പൊ എത്ര പേരെ അറിയാം. അവരുടെ എല്ലാം ഒരു യുണീക്നെസ് ഉണ്ടായിരുന്നു. അവര് ചെയ്ത റേഞ്ചൊന്നും പറ്റിയിട്ടില്ല. ഓരോരുത്തർ ഓരോ സ്ഥലത്തിലേക്ക് കൊണ്ടായിട്ട് തന്നെ പറ്റിയിട്ടില്ല. പിന്നെ എടാ ഇപ്പൊ മറ്റേ അവനുണ്ടല്ലോ മറ്റേ ഷൈൻ ടോം ചാക്കോ, പുള്ളിക്കാരൻ ഒരു വീഡിയോയില് പറഞ്ഞതാ, നമ്മള് പല കാര്യങ്ങളുണ്ട് ഇപ്പം ഈ ഡയറക്റ്റ് ചെയ്യുന്ന സമയത്ത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോളിവുഡിനെ മാച്ച് ചെയ്യുന്ന തന്നെ പല കട്ട്സ് അല്ല ചില സീക്വൻസുകൾ. അതായത് ഇപ്പം നീ എന്തെങ്കിലും സംസാരിച്ചോണ്ടിരിക്കുക, സംസാരിക്കുന്നതിനിടയിൽ തന്നെ വേറെ ഒരു ആക്ടിവിറ്റി നമ്മുടെ മെത്തേഡ് എന്തോ പറയും. അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങള് പഴയ ഫിലിംസിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇടയ്ക്ക് വന്ന കുറെ കാര്യങ്ങളില് അങ്ങനെയുള്ള ഡയലോഗ് വന്നിട്ടില്ല. അത് അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട് ഒരു ഇന്റർവ്യൂവിൽ എന്തോ. അത് നമുക്ക് ഇത്രയും ഞാൻ പറഞ്ഞ വേറൊന്നുമില്ല, പണ്ടത്തെ സിനിമയ്ക്കകത്ത് അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളും ഉണ്ടായിരുന്നു നമ്മളെ പിടിച്ചിരുത്താനായിട്ടുള്ള. അതുപോലെ തന്നെ പാട്ടുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഓരോ പാട്ടിനും ഓരോ എന്താ പറയുക ഒരു ഫീലുണ്ട്, അല്ലെ അതിൻ്റെതായിട്ടുള്ള സ്പെസിഫിക് ഒരു മീനിങ് ഉണ്ട് എന്ത് കേട്ട് കഴിഞ്ഞാലും. അല്ല ഇപ്പം സോങ്ങിന് നമ്മൾ പറഞ്ഞില്ല, അത് വലിയ വ്യത്യാസം വന്നിട്ടുണ്ട് ഭയങ്കരമായിട്ട്. അതെ, സോങ്ങിലെ ആ ഒരു ജോണർ ടേസ്റ്റിലെ വ്യത്യാസം വന്നിട്ടുണ്ട്. പിന്നെ ഈ റാപ്പ് തന്നെ നമ്മളൊരു 2017 ആ ഒരു സമയത്ത് എന്നൊക്കെ പറഞ്ഞാൽ എല്ലാരും എടുത്തിട്ട് ട്രോളുന്ന ഒരു സാധനമായിരുന്നു. പിന്നെ അതൊക്കെ ഇപ്പൊ ഒരു ഫീൽ ഗുഡ് മൂവിയിൽ ചെറിയ എവിടെ റാപ്പ് അതിപ്പോ നമുക്ക് പണ്ട് എനിക്ക് ഓർമ്മ അറിയില്ല, ഒരു മലയും ഒരു പാട്ടുണ്ടായിരുന്നല്ലോ, അവന്റെ എപ്പോഴും ട്രാവൽ പോകുന്ന ടൈം മാത്രം സൗണ്ട്. അത് മാത്രമല്ല ആ ടൈമിൽ ട്രാപ്പ് എന്ന് പറഞ്ഞ ട്രെൻഡിങ് ആയിക്കൊണ്ടിരുന്നത്, ബാക്കി എല്ലാം അല്ലായിക്കോട്ടെ. ഈ മറ്റേ ട്രാവലിസ്റ്റയുടെ പാട്ടാണോ അത്? കറക്റ്റ് പേര് ഞാൻ ഓർമ്മ വരുന്നില്ല. വളരെ 2-3 കൊല്ലം ആയതുകൊണ്ട് റാപ്പൊക്കെ ഒരു ഇതായി വന്ന് തുടങ്ങിയിട്ട്. എനിക്ക് ഇപ്പൊ ഏറ്റവും കൂടുതൽ ചേഞ്ച് വന്നു ടെക്നോളജി വൈസ് എല്ലാം ചേഞ്ച് വന്നിരിക്കുന്നത് ആൾക്കാരുടെ ബിഹേവിയർ ആഫ്റ്റർ കോവിഡ്. ആഫ്റ്റർ കോവിഡ് ഭയങ്കര പൈസ. പിന്നെ നമ്മളിപ്പോ ഇതിന്റെ രണ്ടിന്റെ ഇടയിൽപ്പെട്ടിരിക്കുന്നതുകൊണ്ട് കുറെ കാര്യങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. എക്സാമ്പിള് നോക്കി കഴിഞ്ഞാൽ എവിടെങ്കിലും വണ്ടിയിൽ പോകുമ്പോൾ തന്നെ ഇപ്പൊ നമ്മുടെ കൂടെ ഉള്ള ഒരാൾക്ക് ഈ ഇപ്പോഴത്തെ ഒരു റാപ്പ് അങ്ങനെയൊക്കെ ഉള്ള ഒരിതായിരിക്കും ടേസ്റ്റ്, നമുക്ക് പക്ഷെ പഴയ പാട്ടായിരിക്കും. അപ്പൊ ഒരു പാട്ട് ഇടേണ്ട സമയത്ത് നമുക്ക് ഇടാൻ പറ്റുമോ? ഇല്ല.
കാരണം നമ്മളെ അവിടെ ആൾക്കാർ ട്രോളും. കാരണം നമുക്കെന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു റാപ്പ് സോങ് കേട്ട് കഴിഞ്ഞാല് ഒരു പഴയ ഒരു പാട്ട് വന്നാൽ നമുക്കൊരു ബുദ്ധിമുട്ട് കേട്ടു. പക്ഷെ ഇപ്പൊ അതങ്ങനല്ല. പിന്നെ ഈ പഴയ പാട്ടുകൾ എന്ന് വെച്ച് കഴിയുമ്പോഴത്തേക്ക് അത് കേൾക്കുമ്പോ നമുക്കൊരു പ്രത്യേക ഒരു വല്ലാത്തൊരു ഫീലാണ്. ഇപ്പൊ കൊറേ ട്രെൻഡിങ് ആവുന്നുണ്ട്. പാട്ട് കേൾക്കുക തന്നെ കാണിച്ചിട്ടേ സ്പോട്ടിഫൈ വന്നതിന് ശേഷം നമ്മൾ ഏറ്റവും കൂടുതൽ ഇങ്ങനെ സോങ് കേൾക്കാൻ തുടങ്ങി. പണ്ട് നമുക്ക് എന്ത് ലോക്കൽ ഫയൽസ് മൊത്തം കയറ്റുക, എന്നിട്ട് പ്ലേലിസ്റ്റ് ഉണ്ടാക്കുക. ഞാനാണെങ്കിൽ കോൾ ചെയ്തിട്ടുണ്ട്. അല്ല, അമ്മയുടെ ഫോണിൽ നിന്നൊക്കെ ഗൂഗിളിൽ കയറി പാട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് അത് മെമ്മറി കാർഡിൽ ഇട്ടിട്ട് എന്നിട്ട് അപ്പൊ ആ സമയത്ത് എന്റെ ചെറിയ കേൾക്കുന്നത്. നമ്മൾ ഈ സൂര്യ മ്യൂസിക്കിലൊക്കെ വിളിച്ചിട്ടേ ഈ പാട്ടിട്ട് അതൊക്കെ ഭയങ്കര ഇതാണ്. അത് പിന്നെ പെൺഡ്രൈവിന്റെ അതിലാക്കിയിട്ട് അതൊക്കെ ഇത് പാട്ട് കേട്ടണേ നമ്മൾ എവിടൊക്കെ നടക്കണോന്ന് അറിയാമോ? പാട്ടോ സിനിമയൊക്കെ വേറെ കുറെ നടക്കണം. ഇപ്പൊ പണ്ടൊക്കെ ഒരു സ്കൂളിൽ നിന്നൊക്കെ ടൂർ പോകുമ്പോ നമ്മള് ഈ പെൺഡ്രൈവില് പാട്ട് കയറ്റുക എന്ന് പറയുന്നതിന് വലിയ എല്ലാ സ്കൂളിലും മെയിൻ ആയിട്ടുള്ള ഒരാൾ ഇതിന് വേണ്ടി മാത്രം പാട്ടുണ്ട്. ഇപ്പൊ പെൺഡ്രൈവ് ഒക്കെ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ? പെൺഡ്രൈവ് അങ്ങനെ കാണും. ഇപ്പൊ സ്റ്റോറേജ് ഉള്ളത് കൊണ്ട് അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒഫീഷ്യൽ ആൾക്കാർ മാത്രമേ യൂസ് ചെയ്യാം. എടാ ഇപ്പൊ ഫോണിന്റെ സ്റ്റോറേജ് തന്നെ പണ്ടെന്നൊക്കെ പറഞ്ഞ പോലെ 2 GB 3 GB ഒക്കെയാ. പണ്ട് 1 GB കൊണ്ട് ഒരു മാസം കഴിഞ്ഞു പോവായിരുന്നു. ഈ 1 GB കൊണ്ട് ഒരു മണിക്കൂർ പോലും ചാർജ് ചെയ്ത് നിമിഷ നേരങ്ങൾക്ക് പോകും, തീരുമായിരുന്നു. പണ്ടൊരു ഫോണുണ്ട് കയ്യിലുണ്ടെന്ന് പറയുമ്പോ, ചെറിയൊരു കീപാഡ് ഫോൺ ഉണ്ടെന്ന് കയ്യിൽ പറയുമ്പോ തന്നെ എന്തൊരു ഫീലായിരുന്നു. കീപാഡ് ഫോൺ എനിക്ക് ഇപ്പോഴും ഒരു ഫാനാ. ഒരു കൊണ്ട് നടക്കാൻ സെക്യൂർ ആണ്. അച്ഛൻ്റെ കയ്യിൽ വേറൊരു ഫോൺ ഉണ്ടായിരുന്നു, എന്തോ ടച്ച് ആൻഡ് ടൈപ്പ്. പിന്നെ അതുപോലെ ഇങ്ങനെ തുറക്കുന്നു, ബ്ലാക്ക്ബെറി ടൈപ്പ് ഇങ്ങനെ കാർബൺ എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ടായിരുന്നു, അതിന്റെ ആയിരുന്നു ടച്ച് ആൻഡ് ടൈപ്പ് ഫോൺ. മറ്റേ പണ്ട് ഇതിന്റെ ഉത്സവത്തിനായിട്ട് കിട്ടുമായിരുന്നു, ബാർബിയുടെ ഇങ്ങനത്തെ വേറെ പരിപാടിയുണ്ട്. പിന്നെ ഇപ്പൊ പണ്ടൊക്കെ വെച്ചാൽ നമ്മളിപ്പോ ഓണപ്പരിപാടിയൊക്കെ വരുന്ന ടൈമില് ഈ ആർട്സ് ക്ലബ്ബുകളുടെ ഒരുപാട് പരിപാടി എല്ലാ സ്ഥലത്തും ഇപ്പോഴത്തെ ഉണ്ട്, പക്ഷെ ഓണം തന്നെ ഓണം വരുന്ന സമയത്താണെങ്കിൽ തന്നെ അടുത്തുള്ള വീട്ടുകാരോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്ലബ്ബ് അവിടെ എല്ലാവരും ഒരു പരിപാടി ഓർഗനൈസ് ചെയ്യും, ഓട്ട മത്സരം, അങ്ങനെ ഒരുപാട് പരിപാടിയാണ് ഓട്ടം. പക്ഷെ ഇപ്പൊ അങ്ങനെ എങ്കും ഇല്ല. ഓണം വരുന്നതൊന്നും അറിയത്തില്ല, ചിലപ്പോ ഒരു സദ്യയാണ്. അല്ലെങ്കിൽ നമ്മളൊരു ഒരു സെന്റർ ഓർഗനൈസ് ചെയ്യാൻ ഒരു പരിപാടിയായിട്ട് കുറച്ച് ഒഫീഷ്യൽ ഓർഗനൈസ് ചെയ്തിട്ട് പോയിട്ടുണ്ട്. പണ്ടൊക്കെ നമുക്ക് കിട്ടുന്ന ആ ഒരു ഇപ്പൊ നമ്മള് കോളേജിൽ വേണ്ട കോളേജ് ശരി ഒരു പരിപാടി അത്രേ ഉള്ളൂ, ഇല്ലാത്ത ബുദ്ധിമുട്ട്. അത് കോളേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു പരിപാടി ഒന്നും കാണാൻ അറിയത്തില്ല. ഓണം മാത്രം എല്ലാ പരിപാടിയും ഓണം വരുമ്പോ ഊഞ്ഞാലിടും, എല്ലാരും കൂടെ മറ്റേ ഉപ്പേരിയൊക്കെ വറക്കും. ഊഞ്ഞാലിടും, അതൊരു ഭയങ്കര ഒരു സംഭവമായിരുന്നു. ഊഞ്ഞാലെന്നൊക്കെ പറഞ്ഞാൽ വലിയ സംഭവം. ഇപ്പൊ എവിടെ ഇപ്പൊ നമ്മള് കോളേജിൽ പഠിക്കുന്നോണ്ട് കോളേജിൽ ഒരു പരിപാടി ഉണ്ടെന്ന് കോളേജ് കഴിയുമ്പോ അതൊന്നും നമ്മളെ കോളേജിൽ പരിപാടി നമ്മളങ്ങനെ ഓർഗനൈസ് ആവുക, നമ്മൾ നടത്തുന്നില്ല. നമുക്കൊരു ഇത്ര ഓക്കെ ഇങ്ങനെ ഒരു ടീമായിട്ട് വിളിക്കാം, പൈസ കൊടുക്കുക, ജനറേറ്റ് ചെയ്യാം, ആ ഒരു കാര്യമാക്കാം. അല്ല നമ്മള് ഇൻവോൾവ് ചെയ്ത പരിപാടിയല്ല ഉദ്ദേശിക്കുന്നത്. അത്തപ്പൂ തന്നെ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ മറ്റേ ഏതാ പ്ലാസ്റ്റിക്കിന്റെ അറിയാൻ പറ്റില്ല. പണ്ട് ക്രിസ്മസിന്റെ കാര്യം എടുത്ത് നോക്കി കഴിഞ്ഞാൽ തന്നെ എല്ലാവരുടെ വീട്ടിൽ ഈ മറ്റേ ക്രിസ്മസ് ട്രീ ഇല്ലേ, അത് എല്ലാരും വളർത്തുമായിരുന്നു. പക്ഷെ ഒരു സമയത്തൊക്കെ പുൽക്കൂട് മറ്റേ ഉണ്ടാക്കുന്ന കച്ചിയൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഇപ്പൊ റെഡിമെയ്ഡ് കച്ചി വേറെ റെഡിമെയ്ഡ് കിട്ടും. ഉണ്ട്. പിന്നെ ഇതിൽ പറഞ്ഞു തരുമ്പം പണ്ട് നമ്മള് ഒരാളെ കാണുന്നത് അല്ലെങ്കിൽ ഗൾഫിലൊക്കെ ഉള്ള ഒരാളെ കാണുന്ന പറയുമ്പോഴത്തേക്കും ഭയങ്കര പാടായിരുന്നു. നമുക്ക് മുമ്പുള്ള ആൾക്കാർ ഏറ്റവും ലെറ്റർ കാര്യങ്ങൾ കഴിയും, നമ്മൾ അങ്ങനെ ലെറ്റർ ഇങ്ങനെ എക്സ്പീരിയൻസ് എനിക്ക് തോന്നുന്നു. ലാൻഡ് ഫോൺ വിളിച്ചു അല്ലെങ്കിൽ ആ കോൾ വിളിച്ചൊക്കെ വേറൊരു കാര്യം വെച്ചാൽ പണ്ട് മറ്റേ STD മറ്റേ ബൂത്തില്ലേ, അവിടെ പോയി കഴിഞ്ഞിട്ട് ഒരു കാർഡ് കിട്ടും. ഈ കാർഡ് സ്ക്രാച്ച് ചെയ്തിട്ട് എന്നിട്ട് അതിലെ എന്തോ നമ്പർ അടിച്ചു കൊടുത്ത് അതിന്റെ കൂടെ വേറൊരു നമ്പർ കൂടെ അടിച്ച് നമുക്ക് പുറത്ത് വിളിക്കാൻ പറ്റും. ഈ STD ബൂത്ത് എന്ന് പറയുമ്പോൾ മറ്റേ ഇതുണ്ടായിരുന്നു, ഈ എന്നാ ISD വിളിക്കാന്നൊക്കെ പറയുമ്പോ വലിയ എന്തോ ഭയങ്കര പോസിറ്റീവ് പരിപാടിയായിരുന്നു. അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, ചിലവരൊക്കെ പോയിട്ടില്ലേ കോയിൻ ഇടും വിളിച്ചോണ്ടിരിക്കും, പിന്നെ അതൊക്കെ പിന്നെ ഇപ്പോഴത്തെ നമുക്ക് എവിടെ എത്ര ദൂരം ഭയങ്കര വേറൊരു കാര്യം എന്ന് വെച്ചാല് ഫുഡിന്റെ കാര്യം. ഫുഡിന് പണ്ടെന്ന് പറയുമ്പോഴത്തേക്ക്
പൊറോട്ടയും മുട്ടക്കറി അല്ലെ ബിരിയാണി ഇതൊക്കെ പറഞ്ഞ കല്യാണ വീട്ടിലും പെരവസ്ഥയ്ക്ക് മാത്രം കിട്ടുന്ന സാധനമായിരുന്നു. ഈ പിന്നെ അല്ലെ ചുരുക്കോ നമ്മൾ വല്ലപ്പോഴും ഒക്കെയാ പണ്ട് ഈ പറഞ്ഞ പോലെ കടയിലൊക്കെ പോകുന്നത്. അന്ന് പറഞ്ഞാൽ അന്ന് ഭയങ്കര വലിയൊരു സംഭവം പോലെ എന്തോ. ഇപ്പോഴെന്ന് വെച്ചാ ഫീലേ ഇല്ല. ഇന്ന് കഴിച്ചില്ലെന്തോ, പക്ഷെ ഇന്നലെ കഴിച്ചു. അതുപോലെ നമ്മൾ ഡ്രസ്സൊക്കെ ഡ്രസ്സൊക്കെ പണ്ട് എടുക്കാന്ന് പറയുമ്പോൾ എന്നെ കൊച്ചിലൊക്കെ ഓർമ്മ ഓരോ ഇവന്റ് വരുമ്പോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പരിപാടി മാത്രം എടുക്കാറുണ്ട്. അല്ല ഇന്നും പരിപാടി അതുകൊണ്ടോ അത് എനിക്ക് നമ്മുടെ ആ ഒരു ചുറ്റുപാടില് ആ ഒരു എക്കണോമിക് കണ്ടീഷൻ മാറിയോ ഇങ്ങനെ ആയത്. ഇപ്പോഴും നമ്മൾ ഈ പറയുന്ന പോലത്തെ രീതിയിലൊക്കെ ജീവിക്കുന്ന ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു. അല്ല എക്കണോമിക് കണ്ടീഷൻ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് എക്കണോമിക് കണ്ടീഷൻ ഞാൻ എക്കണോമിക് കുറച്ച് ബാക്ക്വേർഡ് ആയപ്പോൾ ഒരു ഞാൻ പല രീതി കോൺടാക്ട് എനിക്ക് ഇഷ്ടം പോലെ ഉണ്ട്. പണ്ടെന്ന് വെച്ചാൽ എനിക്കിപ്പം ഈ പറഞ്ഞോണ്ട് സ്ട്രീം കുറവാണെങ്കിൽ കുറച്ച് ഒരു സീരിയസ് ആൾക്കാരെ അറിയാം. അവൻ ത്രൂ ഈ അടുത്ത ആളെ അറിയാതെ അപ്പൊ നേരിട്ടുണ്ട് മാത്രമേ. പക്ഷെ ഇന്ന് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു കോൺടാക്ട് ഉണ്ടാക്കാൻ പറ്റില്ല. കോൺടാക്ട് ബസ് എനിക്കൊരു എമൗണ്ട് ഇല്ല അല്ലെങ്കിൽ പെട്ടെന്ന് അടുത്ത ആൾ വിളിക്കും. എനിക്ക് കറങ്ങി പെട്ടെന്ന് നമുക്ക് ആൾക്കാരെ കോൺടാക്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ എന്റെ ഒരു റീലിന്റെ അധികം കണ്ടതാണ് ഒരാളെ കോളി വെച്ച് വിളിച്ച് ഇപ്പൊ അതെങ്ങനെയായിരുന്നു. ഒരാളിപ്പം ഞാൻ വന്നിട്ട് കടന്നു ചോദിക്കുക നീ അങ്ങനെ വിളിച്ചു തിരിച്ചെന്നെ വിളിക്കും. ഇപ്പം നമ്മൾ ഈ കാണുന്ന ഇൻസ്റ്റഗ്രാം റീലെ കൂടുതലും പണ്ട് ഫേസ്ബുക്കിൽ വന്നപ്പോഴേ മിക്കത് പക്ഷേ നമ്മളെ ഒരു ഫേസ്ബുക്കിലാണ് ഒരു സാധനം കണ്ടത്. പ്രത്യേകിച്ച് സയ്യസ് ഒക്കെ ഇഷ്ടമാണ് ഒരെണ്ണം കണ്ട് ഒരു 3 ദിവസം കഴിയുമ്പോഴേ ആൾക്കാർ ഇൻസ്റ്റയിലെ റീലെ ട്രെൻഡിങ് ആയിട്ട് പോയിരുന്നു. അങ്ങനെ പണ്ടത്തെ ആൾക്കാരൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ഈ പറയുന്നത് ഈ ഫേസ്ബുക്കിൽ പണ്ടൊക്കെ ഈ അജ്മൽ ഖാന് അവരൊക്കെ എന്ന് പറയുന്നത് ഭയങ്കര സംഭവമായിരുന്നു. പുള്ളി ഒരു ഭയങ്കര ഒരു ഫേസിനെ കാണിച്ചൊരു ആളാണ്. അതെ ജുമാന ഖാന് അവരൊക്കെ ഭയങ്കര സംഭവമായിരുന്നു ഫേസ്ബുക്കിൽ. ജുമാന എനിക്ക് അജ്മൽ ഖാൻ വഴി വന്നതാണ്. പക്ഷെ ആ ഒരു ടൈമിൽ രണ്ടുപേരും ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു പുള്ളിയുടെ ആ ഫേസ്ബുക്കിൽ കണ്ടിട്ട് എത്ര ന്യൂസ് ചാനൽ ഇന്റർവ്യൂ ചെയ്ത് കാരണം അത്രയും നമ്മളെ ഒരിക്കലും പ്രതീക്ഷിച്ചത് അല്ലെങ്കിൽ മലയാളി നല്ലത് ആ രീതിയിലൊക്കെ ലെവലിൽ പോയി വരാനും. ഒരു ടൈമിൽ ഫേസ്ബുക്കിൽ നല്ല യൂസേഴ്സ് ഉണ്ടായിരുന്ന ടൈമില് ഇൻസ്റ്റ പോലെ തന്നെ നന്നായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമായിരുന്നു. പിന്നെന്തോ പണ്ടൊക്കെ ഇപ്പൊ തിയേറ്ററൊക്കെ നോക്കുവാണെങ്കിൽ തന്നെ പണ്ടൊക്കെ എന്തോ ഫാന് നമ്മള് എ സിക്കകത്ത് കയറുന്നത് എവിടെയെങ്കിലും ഓഡിറ്റോറിയത്തിലോ എന്തെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഷോപ്പിംഗ് മോളിലൊക്കെ പോകുമ്പോഴാണ് എ സി കൊള്ളുന്നത്. അത് മാത്രമല്ല എന്തോ ഇപ്പൊ പണ്ടൊരു തിയേറ്ററിൽ പോവാ ആ സമയത്ത് എന്തെങ്കിലും നല്ല ഹൈ ഇന്റൻസിറ്റിയിൽ ഒരു ബാസ് ഉള്ള എന്തെങ്കിലും ഒരു സൗണ്ട് വരിക അല്ലെ എന്തെങ്കിലും ഒരു സീനാ ആ സമയത്ത് സ്പീക്കറാണ് ഭയങ്കര ഒരു വല്ലാത്ത സൗണ്ടാ. ഇപ്പൊക്കെ അങ്ങനെ ഒരു വേറെ പ്രശ്നം വെച്ചാൽ പണ്ട് നമ്മൾ പോയി നല്ല ടിക്കറ്റ് തൊട്ട് ഇവിടെ എടുക്കുന്നുണ്ട്. പക്ഷെ ഇപ്പൊ കൂടുതൽ ബുക്ക് മൈ ഷോ ആണ് പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഇപ്പൊ ലിമിറ്റ് വെച്ചിട്ടില്ല. അപ്പം ഈ മിക്ക പഴയ കുറെ ആൾക്കാരുണ്ട് ഞാൻ എക്സ്പീരിയൻസിലുള്ളത് അത് ചില വീട്ടുകാരൊക്കെ വരും. അപ്പൊ അവർക്ക് പണ്ടത്തെ ആൾക്കാർ എന്ന് വെച്ചാൽ ഒരു ദിവസം അവർ ഔട്ടിങ് രീതിയിലേക്ക് സിനിമയെ കാണാൻ വരുന്നത് ഒരു ഫാമിലി ആയിട്ട് ഒരു 10 പേരെ കാണാൻ കൂടി. അപ്പൊ അവർക്ക് ബുക്ക് ചെയ്യാൻ അറിയില്ലായിരിക്കും. അവർ അവിടെ നിന്ന് ടിക്കറ്റ് എടുക്കാന്ന് വെച്ചിരിക്കും. പക്ഷെ വരുന്ന ടൈമിൽ ബുക്ക് മൈ ഷോ എല്ലാ ടിക്കറ്റും ബുക്കായിരിക്കും. അവിടെ ക്ലോസ് ആയി അടുത്ത തിയേറ്ററിൽ പോകും. അപ്പം അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അവർക്കുള്ളത്. അല്ലെങ്കിൽ അതിനകത്ത് ഒരു റിസർവേഷൻ കൊണ്ടുവന്ന കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഇപ്പൊ പണ്ട് നമ്മൾ ഹോസ്പിറ്റലിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ തന്നെ ഒരാള് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ ഇപ്പൊ സ്വന്തമായിട്ട് കാറൊന്നും ഇല്ലെങ്കിൽ പിന്നെ ടാക്സി വിളിക്കണം. ടാക്സി വിളിച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് ഓട്ടോ വിളിക്കണം. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല. നമുക്ക് നമ്മളെ സ്വന്തമായിട്ട് തന്നെ ചിലപ്പോൾ കാറ് കാണും. നമ്മൾ പെട്ടെന്ന് തന്നെ ഒരാളെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റും. ഹെൽത്ത് ആണെങ്കിലും പണ്ടത്തെക്കാട്ടി കൂടുതൽ പണ്ട് ഇപ്പൊ ആംബുലൻസ് വിളിക്കാനാണ് ആംബുലൻസ് സർവീസ് ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. പണ്ട് കുറവായിരുന്നു പറഞ്ഞത്. പണ്ട് കുറവായിരുന്നു ഇപ്പൊ ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. അപ്പം അല്ല പ്രൊജക്റ്റ് ഒക്കെ വരുന്നുണ്ട് ഇതിന് ഈ ബേറ്റ് ഞങ്ങൾ തന്നെ കഴിഞ്ഞിടം മിനി പ്രോട്ട് ചെയ്ത IC റീ അഡ്മിഷൻ എന്ന് പറയുന്ന ടൈം അത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു പ്രഡിക്ഷൻ സ്കീം ഭയങ്കരമായിട്ട് വരുന്നു. അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇപ്പം നല്ല രീതിയിൽ കുറെ വ്യത്യാസം. നമുക്ക് ഇതോട്ട് ഒരു സ്ഥലത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം പെട്ടെന്ന് അറിയാൻ പറ്റും. റെസ്ക്യൂ സ്കീം ഇപ്പൊ പണ്ടൊക്കെ ആക്സിഡന്റ് നടക്കുകയാണെങ്കിൽ ന്യൂസ് പേപ്പറിൽ വായിക്കുമ്പോഴൊക്കെ അറിയും. ഇപ്പൊ തന്നെ പ്രശ്നം പെട്ടെന്ന് അറിയില്ല. ഇപ്പൊ നമ്മള് റീൽസ് കൂടെ അല്ലെങ്കിൽ ഇൻസ്റ്റയൊക്കെ തുറക്കാൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് റീൽസാവും. അതുപോലെ തന്നെ ഇപ്പൊ എന്തെങ്കിലും ഒരു പ്രശ്നം നടന്ന് ഇപ്പൊ എന്തെങ്കിലും ഒരു ഡിസാസ്റ്റർ ഉണ്ടായി കഴിഞ്ഞാൽ ആൾക്കാർ ഒറ്റപ്പെടത്തില്ല. പണ്ടൊക്കെ ഒറ്റപ്പെട്ട് കഴിഞ്ഞാൽ സ്വന്തം കൂടെ ഉള്ളവരെ തന്നെ എവിടാന്ന് പോലും അറിയത്തില്ലായിരുന്നു. ഇപ്പൊ എവിടെങ്കിലും പോയി കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ഫോൺ നമ്പർ വിളിച്ചാൽ പോരെ. ഫോൺ ഉണ്ടെങ്കിൽ എടുക്കില്ല അറിയാവുന്ന ആരെങ്കിലും വിളിച്ചാൽ പോരെ.
ഇപ്പൊ ഒരു ഡിസാസ്റ്റർ നടന്നു കഴിഞ്ഞാല് നമ്മള് പത്രത്തിൽ കൂടെ വായിക്കുന്ന ന്യൂസുകളല്ലാതെ അത്രത്തോളം അത് ഇന്റൻസ് ആണ് നമുക്ക് കൂടുതൽ അറിയത്തില്ല. ഇപ്പൊ നമുക്കിപ്പോ വയനാട്ടിൽ ദുരന്തം നടന്നു, എന്തോ വേണ്ടി കാര്യങ്ങൾ അവിടെ നടന്നു എന്നൊക്കെ നമുക്ക് നമ്മൾ വിഷ്വലി കാണുന്ന പോലെ, നേരിട്ട് കാണുന്ന പോലെ നമുക്ക് ഭയങ്കരമായിട്ട്. മാത്രമല്ല പണ്ട് വെച്ചാൽ നമുക്ക് ഫേക്ക് ന്യൂസ് അടിച്ചാൽ ഭയങ്കര എളുപ്പമായിരുന്നു. കാരണം നമുക്ക് വിശ്വസിക്കാം, നമ്മള് വിശ്വസിക്കും. കാരണം തിരിച്ച് നമ്മൾ ചെക്ക് ചെയ്യാൻ ഒരു മീഡിയ ഇല്ല. പക്ഷെ അങ്ങനെയല്ല, ഒരു സാധനം വന്ന് 100 പോയിന്റ് ഓഫ് വ്യൂ അതിനകത്ത് വരും. പക്ഷെ ഇപ്പോഴും പക്ഷെ ഫേക്ക് ന്യൂസ് വരുന്നുണ്ട്, ഭയങ്കര പ്രൊമോട്ട് ആവുന്നുണ്ട്. എക്സാമ്പിൾ അല്ലേ നോർത്തിലൊക്കെ നടക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഇല്ലേ, അത് ഭയങ്കരമായിട്ട് ഇവിടെ വേറൊരു രീതി കാണിക്കുന്ന ഉണ്ട്. ചില കാര്യങ്ങളൊക്കെ ഫേക്ക് ആയിട്ട് അത് ഇങ്ങനെ ഒരു ആരോ ന്യൂസിലൊക്കെ ഭയങ്കരമായിട്ട് അത് വന്നതാ. കാരണം ഇൻസ്റ്റയിലാണെങ്കിലും ഒക്കെ നോർത്തിൽ നടക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഭയങ്കര ഫേക്കാന്ന് പറഞ്ഞ് കാണിക്കുന്നു. ഫേക്ക് ന്യൂസ് ഉണ്ട്, പക്ഷെ ഈ പറഞ്ഞ ഫേക്ക് ആണ് കണ്ടുപിടിക്കാൻ കുറച്ചും എളുപ്പം. അല്ല ഇപ്പൊ നമുക്ക് തന്നെ മനസ്സിലാവും ഫേക്ക് ആണോ അല്ലെ റിയൽ ആണോ. പക്ഷേ ഇപ്പം കഴിഞ്ഞ ദിവസം ഇന്ന് ഞാനൊരു വീഡിയോ ഉണ്ട്, ഒരു AI ജനറേറ്റഡാ. പക്ഷെ അത് AI ജനറേറ്റഡ് ആണെന്ന് പറയത്തില്ല, അത്രയും ഡീപ് ടെക്നോളജി യൂസ് അത് ഈ കുംഭമേളയിലൊക്കെ പോയ ആൾക്കാരുടെ പല പിക്ചേഴ്സ് ഒക്കെ കാണുമ്പോഴേ അത് പലതും AI ജനറേറ്റഡാ. പക്ഷെ കണ്ടു നമുക്ക് വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ല, ഇവര് പോയോ എന്ന്. പല വീഡിയോസും കുറെ ആവശ്യമില്ലാത്ത കുറെ വീഡിയോസ് ഒന്നും പല ആൾക്കാർ. അതെ, അതൊക്കെ കാണുമ്പോൾ നമ്മളാ ഓക്കെ യൂസ് ചെയ്യാം. ഫസ്റ്റ് ഇപ്പം ഇതിനെ പറ്റി അത്യാവശ്യം അറിയാത്താണ് ഓക്കെ ഇതാണ് പരിപാടി, അല്ലെങ്കിൽ ഇവന്മാർ ഇങ്ങനെയാണ് എന്ന രീതി ആലോചിക്കുന്നത്. അല്ല ഈ ഫോട്ടോസ് ഒക്കെ എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ട് കഴിഞ്ഞാൽ അതിൽ താഴെ കമന്റ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കിടു അങ്ങനെയുള്ള രീതിയിലൊക്കെ ഭയങ്കര സംഭവമാണ്. നമുക്ക് കുറച്ചുകൂടെ മനസ്സിലായിട്ടു. അതെ, സോ നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഇപ്പം ഞങ്ങളുടെ അഭിപ്രായമാണ് ഞങ്ങളിവിടെ പറഞ്ഞത്, ഞങ്ങളുടെ എക്സ്പീരിയൻസ് ഞങ്ങൾ എങ്ങനെയാണ് ഞങ്ങൾ ഇതിന്റെ രണ്ടിന്റെ ഇടയിൽപ്പെട്ടുകൊണ്ട് ലൈഫ് ജേർണി എന്ന് പറയുന്നത് ഭയങ്കര നമ്മള്. പിന്നെ നിങ്ങൾക്ക് എന്താണ് ഇതിൽ തോന്നുന്നത്, നിങ്ങൾക്ക് എന്തൊക്കെ ഡിഫറൻസ് ആണ് നിങ്ങൾക്ക് തോന്നുന്നത്, അതൊക്കെ നിങ്ങളുടെ അഭിപ്രായമായിട്ട് പറയുക. പിന്നെ നിങ്ങൾ കൊണ്ടാണ് എല്ലാ വെറൈറ്റി ഉള്ള മൊമെന്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതെ കമന്റ് ചെയ്യാം. ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാതെ പോയിട്ടുണ്ട്. ഇതിൽ ലിമിറ്റ് ഇല്ല നമുക്ക് എല്ലാ കാര്യങ്ങളും.